കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് സാമൂഹ്യ പുരോഗതിയാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതിലൂന്നിയാണ് അവരുടെ പ്രവർത്തനങ്ങളും. അത്തരമൊരു പ്രവർത്തന മേഖലയിലേക്ക് CPMന്റെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവായ ജെയിംസ് മാത്യു കടന്നു. സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ടുള്ള ആ ചിന്ത അദ്ദേഹത്തെ ചെന്നെത്തിച്ചത് വിദ്യാഭ്യാസ മേഖലയിലാണ്. ഒരു ആശയം രൂപപ്പെടുത്തി പാർട്ടിക്ക് മുന്നിൽ വെച്ചു. CPM സംസ്ഥാന സമിതി അംഗമായിരുന്ന ജെയിംസ് മാത്യു ആ കമ്മിറ്റിയിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടു. പാർട്ടി അത് അംഗീകരിച്ചു. കണ്ണൂരിൽ ബേബി റൂട്ട്സ് എന്ന സ്ഥാപനം പിറന്നു. വലിയ ലക്ഷ്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. ആ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണം അദ്ദേഹം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നിന്നും മാറി നിന്നിട്ടില്ല. കണ്ണൂരിൽ എന്ത് പരിപാടി നടന്നാലും അതിൻ്റെ മുൻപന്തിയിൽ ജെയിംസ് മാത്യുവിനെ നമുക്ക് കാണാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നു വരികയാണ്. കനത്ത പരാജയം LDFനെ നേരിടേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ പ്രവർത്തന മേഖലയിലേക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലുമൊക്കെയുള്ള കാര്യങ്ങളാണ് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും തളിപ്പറമ്പിൻ്റെ ഏറ്റവും ജനകീയനായ MLAയുമായിരുന്ന ജെയിംസ് മാത്യു ആണുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജെയിംസ് മാത്യു. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം, ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലതുപോലെ പരാജയപ്പെട്ടു. ഇതിൽ ഏറ്റവും ചർച്ചയാകുന്നത് ശൈലിയാണ്. ശൈലി മാറ്റം എന്നുള്ളതാണ് വലിയ തോതിലുള്ള ചർച്ച. ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞു ശൈലി മാറ്റാൻ തയ്യാറാണെന്ന്. എന്ത് ശൈലിയാണ് ശരിക്കും മാറേണ്ടത്? അല്ല, യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് ശൈലി മാറണമെന്ന് പറഞ്ഞൊന്ന് എൻ്റെ ശ്രദ്ധയിലില്ല. അല്ല, ഞാൻ അതിനെ കാണുന്ന കാര്യം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് 80% രാഷ്ട്രീയമായ കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്ര കനത്ത പരാജയം ഇടതുപക്ഷത്തിന്, CPMന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ തന്നെ CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിച്ച നിലപാടിൻ്റെ വിജയമാണിത്. അങ്ങനെ നമ്മളിത് കാണണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നിലപാടെന്താ? BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക, ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യോജിച്ച ഒരു കൂട്ടുകെട്ട്, അത്തരമൊരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരിക. അതിനുള്ള പരിശ്രമമാണ് ഇടതുപക്ഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ചെയ്തത്. അതിൻ്റെ കൂടി ഭാഗമാണ് ഇന്ത്യ മുന്നണി. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. 81% ആളുകൾ, കേരളത്തിലെ 81% ആളുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച ഇന്ത്യ മുന്നണി രൂപപ്പെട്ട കോൺഗ്രസ് ഉൾപ്പെടുന്ന ആ രാഷ്ട്രീയ കാഴ്ചപ്പാടിനൊപ്പമാണ് ഇപ്പോഴും കേരളത്തിലെ 81% ആളുകൾ. 19% ആളുകളാണ് BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ളത്. അവരൊഴിച്ചു നിർത്തിയാൽ എല്ലാവരും ഒരേ ആശയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇവിടെയുള്ള പ്രശ്നം എന്താ? നമ്മൾ വളരെ കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്തണം. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, കൗണ്ടിങ്ങിൻ്റെ സമയത്ത് തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ മനസ്സ്, ഹൃദയമിടിപ്പ് അതിൻ്റെ പാരമ്യത്തോളം ഉയർന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ശശി തരൂർ ജയിക്കാൻ. ഞാൻ CPMൻ്റെ പ്രവർത്തകനാണ്, CPMന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ആ കൗണ്ടിങ് ടൈമിൽ എൻ്റെ മനസ്സ് 1000 തവണ പറയുകയാണ് ശശി തരൂർ ജയിക്കണമെന്ന്. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കരുതെന്നുള്ളതുകൊണ്ട്. അതേ സമയത്ത് ടെലിവിഷനിൽ ഞാൻ തൊട്ടടുത്ത ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ കൗണ്ടിങ് കാണുകയാണ്. എൻ്റെ മനസ്സ് 1000 തവണ പറയുകയാണ് മറ്റെല്ലാ മണ്ഡലവും തോറ്റു, രാധാകൃഷ്ണൻ ഒഴിച്ച്. ജോയ് ജയിക്കണേ, CPM ജയിക്കണേ എന്ന്. ഈ രണ്ട് ചിന്തയ്ക്ക് വിധേയനാകുന്ന ഞാൻ ആരാ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പ്രവർത്തകൻ.
ഈ രണ്ട് വേറിട്ട ചിന്തകൾ ആവശ്യമില്ലാത്ത കേരളത്തിലെ കുറേ ജനങ്ങളുണ്ട്. അവർക്കൊരു ചിന്തയെ ആവശ്യമുള്ളൂ. അവർക്ക് എന്താ ചിന്ത? ബി ജെ പി പരാജയപ്പെടുത്തണം. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ പക്ഷത്തേക്ക് നിങ്ങളൊന്ന് നീങ്ങി നിന്ന് നോക്ക്. ജെയിംസ് മാത്യുവിൻ്റെ സ്ഥാനത്തല്ല നിങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾ നീങ്ങി നിൽക്കേണ്ടത് ഈ രണ്ട് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൗണ്ടിങ് ടൈമിൽ ഇവിടെ ഇയാൾ ജയിക്കണം, അവിടെ അയാൾ ജയിക്കണം, ഇവിടെ ഈ പാർട്ടി മുന്നണി ജയിക്കണം, അവിടെ ആ പാർട്ടി മുന്നണി ജയിക്കണം. ഇങ്ങനെ മാറി മാറി ചിന്തിക്കേണ്ട ജെയിംസ് മാത്യുവിൻ്റെ അവസ്ഥ എന്തിനാ കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ ഉണ്ടാവേണ്ട കാര്യം? കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാവേണ്ട അവസ്ഥ എന്താ? ബി ജെ പി പരാജയപ്പെടണം. അങ്ങനെ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അവരുടെ മുമ്പിലുള്ള ഫസ്റ്റ് ചോയ്സ് എന്താ? നിങ്ങൾ വേറൊരു തരത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ 99 സീറ്റ് ജയിച്ച കോൺഗ്രസിന് 100ാമത്തെ സീറ്റ് സ്വതന്ത്രനായി മത്സരിച്ച ആള് കോൺഗ്രസിനോടൊപ്പം ചേർന്നപ്പോൾ എനിക്ക് പോലും ഒരു ആശ്വാസം, ഒരു നെടുവീർപ്പ്. ആവും, നന്നായി, കോൺഗ്രസിന് 3 ആയല്ലോ. ഞാൻ കോൺഗ്രസ് ആയിട്ടാ? ഞാൻ കോൺഗ്രസിനെ എതിർക്കാത്ത ആളായതുകൊണ്ടാണോ? ഞാൻ കോൺഗ്രസിനെ നഖശികാന്തം എതിർക്കുന്ന ആളാണ് ഇപ്പോഴും. പക്ഷേ കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് അംഗത്വം 3 സംഖ്യയിലേക്ക് വന്നപ്പോൾ ഒരു നെടുനിശ്വാസം എനിക്കുണ്ടായി. ആവും, നന്നായി, ഗംഭീരം. ഇനി ഞാൻ ചോദിക്കുന്നു, അത് 80 അല്ലെങ്കിൽ 82 കുറഞ്ഞെങ്കിൽ എന്നെ സംബന്ധിച്ച് 82 കുറയാൻ കാരണം കേരളത്തിലെ 18 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ജയിച്ചതുകൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ 20 മണ്ഡലം ഇടതുപക്ഷം ജയിച്ചതുകൊണ്ട് അവർക്ക് 80 കുറഞ്ഞു. എനിക്ക് ഭയങ്കര ആഹ്ലാദമായിരിക്കും. ജെയിംസ് മാത്യുവിന്, CPM-ന്, ഇടതുപക്ഷ പ്രവർത്തകർക്ക്. കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ 80 സീറ്റും കേരളത്തിൽ ഇടതുപക്ഷത്തിന് 20 സീറ്റും എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾക്ക് അത്യാഹ്ലാദമായിരിക്കും, സംശയമൊന്നും വേണ്ട. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നതിന് ഇടവന്ന സാഹചര്യം ഉൾക്കൊണ്ട മനുഷ്യർക്ക് അത് ഏത് തരത്തിലാണ് അനുഭവപ്പെടുക എന്ന് മനോജ് ആലോചിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ പറയുന്ന ശൈലി മാറ്റം വേണമെന്നും ശൈലിയാണ് ഇതിൻ്റെ എല്ലാം തകരാറെന്നും ഒരിക്കലും ചിന്തിക്കാത്ത ആളാണ് ഞാൻ. അതിലേക്ക് വരാം, അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു റിസൾട്ട് ഉണ്ടായതിന് 80% അടിസ്ഥാനം ഈ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയമല്ലേ നമ്മൾ കാണേണ്ടത്? ഈ രാഷ്ട്രീയം കാണാതെ സംസാരിക്കുന്ന ഒരാൾക്കും രാഷ്ട്രീയം എന്താണെന്ന് പറയുന്നതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, വിനയത്തോടെ പറയുകയാണ്, വേണ്ടത്ര അവധാനതയോ അവഗാഹമോ ഇല്ലെന്ന് ഞാൻ പറയും. അതായത് BJP-ക്കെതിരെ ഏറ്റവും അതിശക്തമായ പ്രചരണമാണ് ഇടതുപക്ഷം നടത്തിയത്. അതിൻ്റെ ഗുണം സ്വാഭാവികമായും ലഭിച്ചത് UDF-നാണ്. അവർക്കേ കിട്ടൂ. ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു കക്ഷിയെ വിളിച്ചാൽ അത് ഒരിക്കലും CPM ആവില്ല. മത്സരിച്ചിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവാൻ അത്രയും സീറ്റിൽ മത്സരിക്കുന്നുണ്ടോ നമ്മൾ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോസിബിലിറ്റി ആർക്കാണ്? BJP-ക്കും കോൺഗ്രസിനും തുല്യം സീറ്റ്. സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കക്ഷികളുണ്ടാവാം, ഇന്ത്യ മുന്നണിയെയും അതുപോലെ തന്നെ NDA-യും, അത് നമ്മൾ മാറ്റി നിർത്തും. പക്ഷെ ഒറ്റക്കക്ഷിയാണല്ലോ പ്രസിഡന്റ് വിളിക്കേണ്ടത്. ഈ വിളിക്കുന്ന കക്ഷിയോടൊപ്പം അല്ലേ കുറഞ്ഞ സീറ്റുള്ളവരെല്ലാം ചാടി കയറുക? കാരണം എന്താ? അവർക്ക് കൂറുമാറ്റ നിയമം ബാധകമല്ല. മുന്നണിയായി മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ബാധകമല്ലല്ലോ, നിങ്ങൾ അതിൻ്റെ ഭാഗമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഗവൺമെൻറ് രൂപീകരിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ കക്ഷിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ ചെറു പാർട്ടികൾ തയ്യാറാവും. സ്വാഭാവികമായിട്ടും ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് കൂടുതൽ വോട്ട്, കൂടുതൽ സീറ്റ് അവർക്ക് കിട്ടണമെന്ന് സാമാന്യം ജനം ചിന്തിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഞാൻ ഈ പറയുന്നതിൽ നിന്ന് താങ്കൾ ഒരിക്കലും മറ്റൊരു ചിന്തയിലേക്ക് പോകരുത്. എന്താണ് CPM-നുള്ള ഓൾട്ടർനേറ്റീവ് എന്ന് ചിന്തിക്കാം. പക്ഷെ ഒരിക്കലും CPM-ന് കേരളത്തിൽ ഇതല്ലാതൊരു നിലപാട് സ്വീകരിക്കാനില്ല. അതാണ് പരിമിതി. ഇതല്ലാതെ ഒരു സമീപനം സ്വീകരിക്കാൻ CPM-ന് കേരളത്തിൽ ആവില്ല. മത്സരിക്കാതെ മാറി നിന്നാൽ അത് BJP-ക്ക് ഉറപ്പല്ലേ? ഇനി വേറൊരു കാര്യം നമ്മൾ ആലോചിക്കും. ഇനിയിപ്പോൾ അസംഭവ്യമായ ഒരു കാര്യമാണെങ്കിൽ ഞാൻ വെറുതെ പറയാം, ആർഗ്യുമെന്റ് 10 സീറ്റ് കോൺഗ്രസും UDF, 10 സീറ്റ് LDF എടുക്കുക. ആളുകൾ തമാശയും പകുതി കാര്യമായിട്ട് പറയുന്നൊരു കാര്യം നോക്കൂ നിങ്ങൾ. അപ്പം തന്നെ ഈ 19% എന്നുള്ളത് 40% മാറും BJP-യുടേത്. എന്തുകൊണ്ട്? ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയമുണ്ട് കോൺഗ്രസിന്, UDF-ന്. ഇന്നലെ വരെ CPM-ഉം ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർ ഉപേക്ഷിച്ചെന്നല്ല കരുതുക. എന്നാൽ ഇതേ നിലപാട് കേരളം ഒഴിച്ചുള്ള മറ്റൊരു സ്റ്റേറ്റിലെടുത്താലോ, രാജസ്ഥാനിലെടുത്താലോ, CPM നിലപാട് ഉപേക്ഷിച്ചതുകൊണ്ടാണോ അവിടെ അങ്ങനെ ഒരു നിലപാട് വേണ്ടി വരുന്നത്? അല്ല, നിലപാട് ഉപേക്ഷിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയം എന്നുള്ളത് വളരെ ലളിതമായിട്ട് നമ്മൾ അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന 2ാമത്തെ രാജ്യമാണ്. ഇപ്പോഴും ജനാധിപത്യ ക്രമം കുറച്ച് പരിമിതികളോടെ ആണെങ്കിലും നിലനിൽക്കുന്ന രാജ്യമാണ്.
അവിടെയുള്ള ഒരു രാഷ്ട്രീയ ബോധമുള്ള ഒരു പൗരൻ ചിന്തിക്കേണ്ടത്, ഇപ്പം മനോജ് തന്നെ എന്നോട് ചോദിക്കുമ്പോൾ സൂചിപ്പിച്ച് ശൈലി മാറ്റെന്നൊക്കെ പറയുന്നത്, തികച്ചും വ്യക്തിനിഷ്ഠമായ ചില കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നമ്മളിൽ ഉയർന്നു വരുന്ന, നമ്മളെ ആകെ എന്താ പറയേണ്ടത്, ഭരിക്കുന്ന ബോധമാണ്. അതിലേക്ക് ഞാൻ വിസ്താരിച്ച് പറയാം പിന്നെ. പക്ഷെ അതാണ് സത്യം, അത് ശരിയല്ല. 80% ഈ രാഷ്ട്രീയമാണ്. ഇനി 20% എന്താണെന്ന് ഞാൻ പറയാം. അതിൽ സ്വാഭാവികമായിട്ടും ഒരു 10% ഗവൺമെൻറ് ഉണ്ട്. സ്വാഭാവികമാണ്. കാരണം ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്നെല്ലാം തങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഭരിക്കപ്പെടുന്ന ജനതയുണ്ട്. ഒരിക്കലും ഇടതുപക്ഷം ഭരിച്ചാലും ഇനി എത്ര കൊല്ലം തുടർച്ചയായി ഭരിച്ചാലും സാധാരണക്കാരും അല്ലാത്തവരുമായ ജനങ്ങൾക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഗവൺമെൻറ്റിൽ നിന്ന് സാധിക്കില്ല. അത് ബോധ്യമില്ലാത്ത ആരും ഇടതുപക്ഷത്തില്ല, എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷേ ആ ലഭിക്കാത്ത ജനതയുടെ പ്രശ്നം എന്താ? ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയുകയാണ്. നിർമ്മാണ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ കടുത്ത പ്രയാസം അനുഭവപ്പെടുകയാണ്. നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല, പൂഴിയില്ല, ജല്ലിയില്ല, ഒന്നുമില്ല, ഭയങ്കര പ്രതിസന്ധിയാണ്. എന്താ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യാൻ പറ്റുക? സാൻഡ് ഓഡിറ്റിങ്ങിന് വിധേയമായിട്ട് പൂഴി എടുക്കാൻ പറ്റൂ. CFLനും അതുപോലെ തന്നെ നമ്മളെ എൻവയോൺമെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസിനനുസരിച്ച് മാത്രമേ കോറി പെർമിഷൻ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ പ്രയാസമുണ്ട്, ഭയങ്കര പ്രയാസമുണ്ട്, പരിഹരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഞാൻ ഇതൊരു കാര്യം പറഞ്ഞു, ഇത് ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് ബാധ്യത ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത്. എന്നാൽ ഗവൺമെൻറ് നേരിട്ട് ബാധ്യതയുള്ള കാര്യമുണ്ട്. പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ല. അവസാനത്തെ പെൻഷൻ കൊടുക്കുമ്പോൾ കുറച്ച് മുമ്പുള്ള പെൻഷൻ കുടിശ്ശികയാണ്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് സാമ്പത്തികമായിട്ട് എത്രമാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഞെരുക്കിയത്. ഞെരുക്കി അതിൻ്റെ പാരമ്യത്തിലെത്തി. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കേരള ബാങ്കിൻ്റെ മേലെ റിസർവ് ബാങ്കിൻ്റെ തിട്ടൂരം വന്നിരിക്കുകയാണ്. കൊടുത്ത ലോൺ, ഞാൻ അവിടുത്തെ ഒരു വായ്പക്കാരനായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അറിഞ്ഞത്, കൊടുത്ത വായ്പ നോൺ പെർഫോമൻസ് അക്കൗണ്ടായിട്ട് കണക്കാക്കി തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ വായ്പക്കാരനാണ്. ഇപ്പം എൻ്റെ പൈസ തിരിച്ചു പിടിക്കണമെന്ന് മാനേജർ പറഞ്ഞില്ല, പക്ഷെ പറയും. കാരണം 25 ലക്ഷം രൂപയിലധികം ഇനി കൊടുക്കാൻ പറ്റില്ല. ഇതുവരെ കേരള ബാങ്കിന് കൊടുക്കാൻ പറ്റിയിരുന്നത് 60 ലക്ഷം രൂപയാണ്. ആ വായ്പ കൊടുക്കാൻ ഇനി കേരള ബാങ്കിന് അർഹതയില്ല എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഇത്ര ശതമാനം NPA അക്കൗണ്ടാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയുന്നത്, ഞെരുക്കുന്നത് ഗവൺമെൻറ്റിനെ മാത്രമല്ല, ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സംവിധാനത്തെയും ഞെരുക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. ആ അനുഭവം ഇതൊക്കെ UDFൻ്റെ ഗവൺമെൻറ് കാലത്തും കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടെടുത്തിട്ടുണ്ട്. LDF ഗവൺമെൻറ് വന്നപ്പോൾ അതതിൻ്റെ പാരമ്യത്തോളായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുള്ള പ്രത്യാഘാതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് അതൃപ്തിയുണ്ട്, അസംതൃപ്തിയുണ്ട്. അപ്പോൾ അവർ കാണുന്നത് എന്താ? കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടക്കുകയാണ്. ഞങ്ങൾക്ക് പെൻഷനില്ല, 1600 രൂപ. ഇവിടെ ഫ്ലൈ ഓവർ വരുന്നു, എയർപോർട്ട് വരുന്നു, സീപോർട്ട് വരുന്നു, കോടികൾ ചെലവിടുകയാണ്. അതിന് എത്ര കുറച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി. പക്ഷെ നമ്മൾ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഞാനൊക്കെ നന്നായി അനുഭവിച്ചൊരു പ്രയാസമാണ്. ഇത് കിഫ്ബി വഴി സമാഹരിച്ച പൈസയാണ്, കടവാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതിന് കൊടുക്കാനുള്ള പ്രൊവിഷൻ ആക്ട് പ്രകാരം ഉണ്ടാക്കിയിട്ട് വാങ്ങിയതാണ്. അത് ആ പർപ്പസിനെ ഉപയോഗിക്കാൻ പറ്റൂ. അതിന് വളരെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട്. അത് ഭയങ്കര വയലേഷനായിരിക്കും ആ പൈസ എടുത്തിട്ട് പെൻഷൻ കൊടുത്താൽ. പെൻഷൻ എന്നല്ല, ഒരു വെയ്സ് ആൻഡ് മീൻസിന് വേണ്ടി, നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി ആ പൈസ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യന് അവൻ്റെ 1600 രൂപ 3 മാസം മുടങ്ങിക്കഴിയുമ്പോൾ ഈ നാട് മുഴുവൻ വികസന പ്രവർത്തനം നടക്കുമ്പോൾ എങ്ങനെ സഹിക്കാൻ പറ്റില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഒരുപാട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നതിന് ഇടയാക്കിയ സാഹചര്യം. മറ്റ് ഒരു ചെറിയ ശതമാനം, ഞാനത് അങ്ങനെ പറയല്ല, സ്ഥാനാർത്ഥികളുടെ മികവൂർവ്വം ഒക്കെ കാരണമായിരിക്കും. ഞാൻ അതിൽ വലിയ ഫോക്കസ് ചെയ്ത് പറയല്ല. പിന്നെ പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടാവും. ഭരണത്തിന് വിരുദ്ധമായിട്ട് തന്നെ ഇപ്പം ഞാൻ ഭരണത്തുമായിട്ട് വല്ല ബന്ധമുണ്ട്. നമ്മുടെ ഈ ബൈപ്പാസ് അല്ല, ഇപ്പോഴത്തെ 4 വരി പാത, എത്ര സ്ഥലത്ത് ഞങ്ങളിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം അടിപ്പാത ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അടിപ്പാതയില്ല. അപ്പം അത് ഭരണമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അത് ശരിക്കും അതിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോപ്പറായിട്ട് ചെയ്തില്ല. ഇപ്പോൾ വില കൊടുക്കേണ്ടി വരുന്ന ആരാ? CPM. അപ്പം അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വേറെ ഒരു 10% അതിന് കാരണം. പക്ഷെ 80% 1 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ ലീഡിലേക്ക് പോയത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം തന്നെയാണ്. ഞാൻ സത്യത്തിൽ പറയുന്നത് ആ തരത്തിലൊരു പാർട്ടി പ്രവർത്തനം എന്നതിൽ ശരിയല്ലെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം നന്നായി മനുഷ്യർ മനസ്സിലാക്കുന്നു. ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്നു. ഇന്ത്യൻ ജനത മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഉത്തർപ്രദേശിൽ BJPക്ക് ഈ അവസ്ഥ നേരിടുക. ആ ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ പാർട്ടി ഘടകത്തിൽ പറഞ്ഞു, നാളെ രാവിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ യാതൊരു സംശയവും നാളെ രാവിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നാൽ ഈ വോട്ട് പാറ്റേൺ മാറും, ഈ വോട്ട് ഷെയർ മാറും.
നാളെ രാവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, ഈ വോട്ട് ഷെയർ മാറും, ഈ വോട്ട് പാറ്റേൺ മാറും. എന്തുകൊണ്ട്? പ്രാദേശികമായ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വരാൻ ജനങ്ങൾക്ക് വിശ്വാസമുള്ളവർ ഇന്നും ഇടതുപക്ഷം. അതിനൊരു സംശയവും വേണ്ട. മനോജിൻ്റെ നാട്ടിൽ മയ്യിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആ മയ്യിൽ പഞ്ചായത്തിലെ വാർഡുകളിൽ വിശ്വാസ്യതയോടെ നിർത്താൻ പറ്റുന്ന ആളുകൾ ഒന്ന് വീതം എടുക്കാൻ UDF എവിടെയുണ്ട്? ഇല്ല. മയ്യിൽ എടുക്കട്ടെ, 900-ലധികം പഞ്ചായത്ത് എടുക്ക്, എവിടെയും ഇല്ല. UDF ഇല്ല. ഞാനത് ഉറപ്പിച്ചു പറയുകയാണ്. എന്നാൽ ഇടതുപക്ഷത്തിനുണ്ട്, CPM വിശ്വാസ്യതയോടുകൂടി ജനവിശ്വാസം ആർജിച്ച് ഭരണസമിതിയെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ജനം അവർക്ക് കൂട്ടി. ഇനി നിയമസഭ എടുക്കുക, കുറച്ചുകൂടി കോൺഗ്രസിന് വ്യത്യസ്തതയുണ്ട്. കോൺഗ്രസിന് 140 ആളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? 140 ഒന്നുമല്ല, നൂറുകണക്കിന് ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിത്രം കുറച്ചുകൂടെ മാറും. ഇയാൾ പോയാലാണോ അയാൾ പോയാലാണോ മെച്ചമെന്ന് നോക്കുമ്പോൾ ഇയാൾ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നാം. അപ്പോൾ കുറച്ചുകൂടി അവർക്ക് വോട്ട് ഷെയർ കൂടും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ അനുമാനിക്കേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ധാരണയുണ്ട്, സാമൂഹ്യ ബോധമുണ്ട്, പ്രതികരണ ശേഷിയുണ്ട് എന്ന് തന്നെയാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു പ്രതിസന്ധി ഇനിയും തുടരാൻ തന്നെയല്ലേ സാധ്യത? അടുത്ത തെരഞ്ഞെടുപ്പിലും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. തീർച്ചയായിട്ടും അത് ദേശീയ രാഷ്ട്രീയത്തിൽ CPM ഇടതുപക്ഷത്തിനും മുൻകൈ നേടാൻ സാധിക്കാത്തിടത്തോളം ഈ പ്രതിസന്ധി തുടരുക തന്നെ ചെയ്യും. മറ്റൊന്നും കൂടി ഞാൻ പറയുകയാണ്, കോൺഗ്രസിന് ഇന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ, പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കും. സ്വാഭാവികമാണ്. നമ്മൾ ഒരു മനുഷ്യൻ മുമ്പ് ഒരു ദിവസം, അതാണ് നമ്മൾ കാണേണ്ടത്, ഒരു ദിവസം ഒരേ സമയം 3 വോട്ട് ചെയ്ത ഒരു സന്ദർഭമുണ്ട് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ 3 വോട്ടും ഒരാൾ ചെയ്യുമ്പം ഒരേ കക്ഷിക്കാണോ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ? അല്ല. എന്താ അതിന് കാരണം? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പം അയാളുടെ മുമ്പിലുള്ളത് വ്യക്തിയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പം വ്യക്തിയുമുണ്ട് രാഷ്ട്രീയവുമുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് വ്യക്തി ഒട്ടും അവിടെയില്ല, രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഇതാണ് തെരഞ്ഞെടുപ്പ്. അപ്പം അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇനിയും ഈ ഒരു അവസ്ഥ പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷത്തിനും ഈ ഒരു പ്രതിസന്ധി നേരിടേണ്ടതായി വരും. എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിപരമായിട്ട്, ഇതൊരിക്കലും പാർട്ടി അഭിപ്രായമായിട്ട് കണക്കിലെടുക്കരുത്. ജനങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവർ നമുക്ക് തരുന്ന പ്രതികരണം അതൊരിക്കലും നമ്മുടെ എന്തെങ്കിലും ഒരു ദൗർബല്യമായിട്ടോ വീഴ്ചയായിട്ടോ കാണാതിരിക്കാനും നമ്മൾ പാർട്ടി പ്രവർത്തകർ ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായാൽ ഉടനെ അതിൻ്റെ പാപഭാരം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ പെട്ടെന്ന് ശ്രമിച്ചു കളയരുത്. ആരും, ഞാനും ശ്രമിക്കരുത്, പാർട്ടി ശ്രമിക്കരുത്, പുറത്തുള്ള ആൾ ശ്രമിക്കരുത്, മീഡിയ ശ്രമിക്കരുത്. എന്നുവെച്ചാൽ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഇയാളാണ്, അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം മറ്റേ ആളാണ്. അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ കണ്ണൂർ, ഇപ്പം യഥാർത്ഥത്തിൽ ഞാൻ വേറൊരു തരത്തിൽ പറയല്ല, ഇപ്പം ശൈലജ ടീച്ചർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആളുകളെല്ലാം പറയുന്നത്, ആ ശൈലജ ടീച്ചറെങ്കിലും മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ടീച്ചറെങ്കിലും ജയിക്കുമായിരുന്നു. അങ്ങനെ പറയില്ല എന്ന് മനോജിന് അഭിപ്രായമുണ്ടോ? പറയില്ല. കേരളം മുഴുവൻ പറയും. ഇപ്പം മത്സരിച്ചപ്പോൾ എന്തായി? അത് ശൈലജ ടീച്ചർ നിയമസഭയിൽ തന്നെയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരായ. ഇതാണ് നമ്മുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ സ്വഭാവം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വിഷയത്തെ അല്ല ഞാൻ പറയുന്നത്, ഇതാണ് ആളുകളുടെ സ്വഭാവം. അത് ശരിയല്ലല്ലോ. അത് ശരിയല്ല എന്ന് ഇപ്പോൾ ഇലക്ഷൻ കണ്ടില്ലേ? നമുക്ക് ഇപ്പോൾ MP ജയരാജനാവട്ടെ, ബാലകൃഷ്ണ മാഷ് ആവട്ടെ, ശൈലജ ടീച്ചറാവട്ടെ, കരീം സഖാവ് ആവട്ടെ, ആരാവട്ടെ, എന്താ വ്യത്യാസം? ഇനി ജയിച്ച രാധാകൃഷ്ണൻ ആ വളരെ കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത്. അത് രാധാകൃഷ്ണൻ്റെ മേന്മയോ പോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റോ ശരിയെന്ന്, എതിർപക്ഷത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഉള്ള ചില മതിപ്പ് കുറവുണ്ട്. മതിപ്പ് കുറവിന് കാരണം എനിക്കറിയില്ല, അവർ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു പെൺകുട്ടിയൊന്നുമല്ല. അവർ നല്ല യുവതിയാണ്. നല്ല വെച്ചാൽ വേറെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെക്കുറിച്ച് യാതൊരു ആക്ഷേപവും കേട്ടിട്ടില്ല. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി അല്ലല്ലോ. അതായത് ഒരു വ്യക്തി രാഷ്ട്രീയ പ്രവർത്തകനോ പ്രവർത്തകയോ ആകുമ്പം അത് എന്താ പറയേണ്ടത്, ഊതിക്കാച്ചിയ ഒലയിൽ നിന്ന് പുറത്തു വന്ന ഒരു പ്രോഡക്റ്റാണ്. നമുക്ക് അത്രയും സമയം കിട്ടുന്നില്ല. നിങ്ങൾ ഇടതുപക്ഷത്തായാലും മറുപക്ഷത്തായാലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ചെറുപ്പക്കാർ, ഒരുപാട് ആളുകൾ. ഞാനും അങ്ങനെ ചെറുപ്പക്കാരനായിട്ട് വന്നതാണ്. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന രീതിയിൽ പരുവപ്പെട്ട് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഒരുപക്ഷെ ഞാൻ ആദ്യത്തെ മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചിരുന്നെങ്കിൽ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു പക്വതയോ അല്ലെങ്കിൽ ഒരു രീതിയോ ചിലപ്പോൾ എനിക്ക് ഉണ്ടാകാതെ പോകുമായിരുന്നു എന്ന് എത്രയോ വട്ടം ചിന്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കാരണം ഞാൻ 26-ാമത്തെ വയസ്സിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റപ്പോൾ
പ്രയാസമില്ല. ഇനി ജയിച്ചിരുന്നെങ്കിലോ ഞാൻ എനിക്ക് എൻ്റെ ഒരു പ്രത്യേക കഴിവാണെന്നാണ്, എൻ്റെ ഒരു പ്രത്യേക കഴിവുകൊണ്ട് ഞാൻ ജയിച്ചെന്ന്. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ തോന്നാൻ ഇട വന്നില്ലല്ലോ. അങ്ങനെ ഇട വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നം ഞാൻ ആ അർത്ഥത്തിലേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വ്യക്തി എന്ന നിലയ്ക്ക് അവരെക്കുറിച്ച്, ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനൊരു ഒരു ഒരു കോമ്പണൻറ്റ് വർക്കൗട്ടായിട്ടുണ്ടാവും. മറുഭാഗത്ത് നിൽക്കുന്ന ആരാ? രാധാകൃഷ്ണൻ വളരെ ചെറുപ്പത്തിൽ വന്നതാണ്. പക്ഷേ അദ്ദേഹം ആദ്യം നിയമസഭയിൽ വന്ന ആദ്യം തന്നെ മന്ത്രിയായ ആളാണ്. രാധാകൃഷ്ണനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, കഥകൾ പോലെയുള്ള കാര്യങ്ങളുണ്ട് രാധാകൃഷ്ണനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ അത്രയും ഏറ്റവും താഴെ എളിമയിൽ നിന്ന് കയറി വന്നു. പക്ഷെ മറ്റൊരു അതുപോലെ തന്നെയാണ്. പക്ഷെ ഇത് ഉരുകി തെളിഞ്ഞല്ലോ, മൂശയിൽ ഉരുകി തെളിഞ്ഞു വന്നല്ലോ രാധാകൃഷ്ണൻ. അവരത്രയും ആയില്ല. മേ ബി ഭാവിയിൽ അവർക്കും ആ അവസരം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി ഒരു ഘടകമാണെന്ന് ഞാൻ പറയാൻ വേണ്ടി ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് വേറെ സ്ഥാനാർത്ഥിയുടെ മഹിമ പറയാനല്ല ഞാനത് ഉദ്ദേശിച്ചു. ഓക്കെ. ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ച അത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഈ ദേശീയ രാഷ്ട്രീയം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ശൈലജ ടീച്ചർ അടക്കം തോൽക്കുമ്പോൾ നമ്മൾ മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ കാര്യമേ ഇല്ല. പക്ഷേ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ പാർട്ടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ സ്ഥാനാർത്ഥിയും പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എന്ന് തന്നെയല്ലേ നമുക്ക്? അല്ല, അതിൽ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അത് അങ്ങനെയല്ലേ വരാൻ പറ്റൂ. അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ CPM പോലെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് 10-15 സീറ്റിൽ മത്സരിക്കുകയാണ്. അപ്പോൾ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ട്, എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഉൾക്കൊണ്ട്, എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്ത് ഒരു കോമ്പിനേഷനാണത്. ഒരു മണ്ഡലത്തിൽ ഏറ്റവും സാധ്യതയുള്ള ആൾ അങ്ങനെ 15 പേരെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഡ്രോബാക്ക് ഉണ്ടാക്കും. ഭയങ്കര പ്രശ്നമാണ്. കാരണം CPM പോലെയുള്ള ഒരു പാർട്ടിക്ക് അങ്ങനെ പറ്റും. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ, ഓരോ മണ്ഡലത്തെ, അതൊരു വെറും ഊഹം മാത്രമാണ്, എല്ലാം 30 വയസ്സിന് താഴെയുള്ള ആളുകളെ നിർത്തിയാലേ ജയിക്കൂ എന്നാണ് മൊത്തത്തിലൊരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ കിട്ടിയ റിസൾട്ട്. അങ്ങനെ 15 മണ്ഡലത്തിൽ ഒരു 26, 27, 28 വയസ്സുള്ള 15 പേരെ നിർത്താൻ പറ്റുമോ പാർട്ടിക്ക്? ചിലപ്പോൾ അവരായിരിക്കും ശരി, എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, പറ്റുമോ? അങ്ങനെ പറ്റില്ല. ഇനി തിരിച്ചു ആവാം. 70 വയസ്സിന് മേലെയുള്ള, അല്ല 60-65 വയസ്സിന് മേലെയുള്ള ആളുകളാണ് ഏറ്റവും ജനസമ്മതം. എല്ലാ മണ്ഡലം നോക്കുമ്പോഴും അങ്ങനെയാണ്. എല്ലാ 65 വയസ്സിന് മുകളിലുള്ള ആളാണ് നിർത്താൻ പറ്റും? അങ്ങനെ പറ്റില്ല. അപ്പോൾ ഏജ് എടുക്കേണ്ടി വരും, എല്ലാം വർഗ്ഗ സംഘടന എടുക്കേണ്ടി വരും, ബഹുജന സംഘടന എടുക്കേണ്ടി വരും. അങ്ങനെ സാമൂഹ്യമായ പരിഗണനകളെല്ലാം കൊടുത്തുകൊണ്ട് പറ്റും. ഇത് പാർലമെൻറ്റിൽ മാത്രമല്ല, അസംബ്ലിയിലും നിയമസഭയിലും മറ്റേ പഞ്ചായത്തിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ വ്യത്യാസം എന്താ? നമുക്ക് കുറേ കൂടി സ്പേസ് കിട്ടും. 15 പേരെ നിശ്ചയിക്കുമ്പോൾ ഈ കോമ്പിനേഷൻ എല്ലാം ഉൾക്കൊള്ളിക്കാനുള്ള ബുദ്ധിമുട്ടും ഒരു 100 പേരെ നിശ്ചയിക്കുമ്പോൾ വളരെ വ്യത്യാസമായി. പിന്നെ അത് 100 എന്നുള്ളത് ഒരു 20,000 ആളെ തീരുമാനിക്കുമ്പോഴോ ഭയങ്കര വ്യത്യാസമായി. ഭയങ്കര ഫ്രീഡം നമുക്ക് കിട്ടുകയാണ്. ഈ പാർട്ടിയുടെ ലീഡർഷിപ്പിന് ഭയങ്കര ഫ്രീഡം കിട്ടുകയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ അതിന് കാണുന്നത്. ഈ കാര്യങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലൊക്കെ ചർച്ചയായ കാര്യം, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, CPM സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിവാദങ്ങൾ, മൈക്ക് വിവാദം, ഇതൊക്കെ തന്നെ ജനങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം. ഇവരൊക്കെ കാണുകയല്ലേ ഈ മൈക്ക് ഇങ്ങനെ പൊട്ടുന്നതും ഇതൊക്കെ കാണുന്നത്. അതൊരു തെറ്റായ ഒരു ധാരണ ജനങ്ങളിലേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നത് തന്നെയല്ലേ നമ്മൾ കാണേണ്ടത്? അതിനെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായ അഭിപ്രായമുണ്ട്. അതായത് ഏതൊരു വ്യക്തിയായാലും, അത് മുഖ്യമന്ത്രി ആയാലും ഞാനായാലും ആരായാലും, നമ്മൾ ലോകം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ എല്ലാ കാര്യവും ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അതേസമയം തന്നെ വേറൊരു കാര്യവും കൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ നാവിൻ തുമ്പത്തുനിന്ന് തൻ്റെ സഹപ്രവർത്തകനെ പറ്റി പറയാൻ പറ്റാത്ത തെറി പറയുകയും അത് ലോകം മുഴുവൻ കേൾക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പം ഞാൻ പറയുമ്പോഴേ ഓർമ്മ, അതാരെ പറ്റിയായിരുന്നു, അതാരാ അങ്ങനത്തെ അത്ര വലിയ തെറി പറഞ്ഞത്? അപ്പോഴേക്കും മനോജിന് ഓർമ്മ വന്നിട്ടുണ്ടാവും ആരാ പറഞ്ഞത്, ആരെ പറ്റി പറഞ്ഞത്. ഇല്ലെങ്കിലോ, ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നില്ലെങ്കിലോ മനോജിൻ്റെ മനസ്സിൽ അതില്ല. ഇതെന്താ വ്യത്യാസം? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൈക്ക് തകരാറായപ്പം നടത്തിയ പ്രതികരണവും VD സതീശൻ വരാൻ വൈകിയപ്പോൾ കെ സുധാകരൻ നടത്തിയ പ്രതികരണവും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തുക. ഏതാണ് ഗ്രാവിറ്റി കൂടിയത് കുറഞ്ഞത്? ഞാൻ പറയുന്നത് സാമാന്യ മനുഷ്യന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ? സുധാകരൻ്റെ ആ വാക്ക്, ആ പദപ്രയോഗം ലോകം മുഴുവൻ കേട്ടില്ലേ? എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മനോജ് ഒരു ഇൻ്റർവ്യൂവിൽ, ഞാൻ
പൂർണ്ണമായിട്ട് കേൾക്കാറില്ല. ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിൽ സുധാകരൻ ആ പറഞ്ഞ തെറിയെപ്പറ്റി സുധാകരനോടോ സതീശനോടോ ആ കോൺഗ്രസ് പാർട്ടിയോടോ UDF-കാരോടോ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നല്ലത്. ഞാൻ മനോജിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ എത്ര ആളത് ഹൈലൈറ്റ് ചെയ്തു? അതായത് ആരും ഹൈലൈറ്റ് ചെയ്തു? ഞാൻ എല്ലാ മീഡിയയും ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. പിണറായി വിജയൻ്റെ എതിരായിട്ട് ഇറങ്ങിയ ട്രോള്, പിണറായി വിജയനെ ഓരോ സന്ദർഭത്തിലും കുത്തിവലിക്കാൻ അത് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാനൊരു വാക്ക് പറഞ്ഞു, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മുഖ്യമന്ത്രി ആവട്ടെ ജെയിംസ് മാത്യു ആവട്ടെ ലോകം മുഴുവൻ കാണുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. അത് എല്ലാവർക്കും ബാധകമാണ്. രണ്ടാമത്തെ ഞാൻ പറയുന്നത് എന്താ, എൻ്റെ അടുത്തുനിന്നായാലും നാക്കിന് പഴി ഉണ്ടാവില്ലേ? ആരെടുത്തുണ്ടാവും? പെരുമാറ്റത്തിലുണ്ടാവില്ലേ? ഞാൻ നിങ്ങളോട് വേറൊരു ഇൻസ്റ്റൻസ് പറയാം. ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹം ഇന്ന് കേരളത്തിലൊരു താരമാണ്. സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ഇപ്പോൾ താരമായി ഈ വിജയത്തോടുകൂടി. പക്ഷെ ഈ വിജയത്തിന് ശേഷം കാറിൽ കയറുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ളൊരു പ്രതികരണമുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് ആരെങ്കിലും അന്യരാണോ മനോജ്? അല്ല, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ ആരും എല്ലാറ്റിനും അധീരമൊന്നുമില്ല. മീൻസ് വേറൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വികാരങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു ക്ഷോഭം ഒരു മനുഷ്യനുണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതിന് വല്ല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ആ ക്ഷോഭം പ്രകടിപ്പിക്കുന്ന രീതിയുണ്ട്. ഓരോരുത്തർക്കും ജന്മസിദ്ധമാണ്. ചിലർ ഒരു രീതിയിൽ, വേറൊരു ചിലർ രീതി. അപ്പോൾ ആ പ്രകടിപ്പിക്കുന്ന എല്ലാം എല്ലാവർക്കും സ്വീകാര്യവും ആവില്ല. പക്ഷെ ചിലരുടേത് നമ്മളെടുത്ത് അങ്ങ് ഹൈലൈറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നു? ഇതിങ്ങനെ ആവർത്തിച്ച് ഭയങ്കര പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി, ഞാൻ രണ്ടുപേരെ പറഞ്ഞുള്ളൂ, സുധാകരനും സുരേഷ് ഗോപിയും. എനിക്ക് പറയാൻ ഒരുപാട് പേരുകൾ ഇല്ലാത്തതുകൊണ്ടല്ല. എന്തിനാണ് നമ്മൾ എന്നെപ്പോലെ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് അവരുടെയൊക്കെ പേര്, ഞാൻ ഈ രണ്ട് പേര് പറഞ്ഞ ധൈര്യത്തിൽ പറഞ്ഞ വേറൊന്നുകൊണ്ടല്ല. ഒന്ന് ലോകം മുഴുവൻ കണ്ടവരാണ്. പിന്നെ എന്നെപ്പോലെ ഒരു പാർട്ടിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള വിമർശനം കേൾക്കാൻ എന്തുകൊണ്ടും അർഹരാണവർ. എന്ന് പറഞ്ഞാൽ അവരെ പറ്റി ഇങ്ങ് താഴെയുള്ള ഒരുപാട് ആളുണ്ട്, കേൾക്കാൻ യോഗ്യരായ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ പറയുന്നത് എന്തിനാ, അവരൊക്കെ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അവരൊക്കെ ചെയ്തതും അവരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വീഴ്ച എത്ര കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പം അത് റിപ്പീറ്റ് ചെയ്യപ്പെടും. ഞാൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇത് ആവർത്തിക്കുന്നതിൽ കുറ്റം പറയല്ല, സ്വാഭാവികമാണ്. ഞാനിപ്പോൾ പറയുന്നത് എന്താ, സുധാകരൻ അർഹനാണ്, സുരേഷ് ഗോപി അർഹനാണ്. എന്തുകൊണ്ട്? അവരേറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ താഴെ ഒരുപാട് ആളുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പം നാളെ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നേരം ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കും ഉണ്ടാവും. ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആയിരിക്കും പിണറായി വിജയൻ. ആ സമയത്ത് മാറി കറക്റ്റ്. അത് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരാളെ പറ്റി അറിയണം, മരിക്കണം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ആ വാക്ക്, ഞാൻ നിങ്ങൾ പറയുന്നതിന് മുമ്പ് ആ വാക്ക് പറഞ്ഞു, ഒരാളുടെ നന്മ അറിയണം, അയാൾ മരിക്കണം. മരിച്ചോ അന്ന് നിങ്ങളുടെ മുഴുവൻ മീഡിയയും പറയുക ലോകം കണ്ട ഏറ്റവും മികച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാണ്. ആരെപ്പറ്റി ഇപ്പോൾ നമ്മളെ പത്മനാഭൻ, ടി പത്മനാഭൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് ശരിയല്ലെങ്കിലും അദ്ദേഹം എഴുതിയ ലേഖനം ഒരു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് അതിര് കടന്ന ലേഖനമാണ്. കാരണം അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന് എല്ലാ ദിവ്യത്വവും കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കോടിയേരി ബാലകൃഷ്ണൻ ആ ദിവ്യത്വം കൽപ്പിക്കുമ്പോൾ അദ്ദേഹം ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗമായിരുന്നില്ലെന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ എഴുത്ത് വായിച്ചാൽ. അതെന്താ, അദ്ദേഹം ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നില്ലേ? അദ്ദേഹത്തിന് ആ ഗുണമുണ്ടെങ്കിൽ ഈ പാർട്ടിയുടെ ഗുണം തന്നെയല്ലേ അത് ഈ പാർട്ടിയുടെ ഗുണം അല്ലെന്ന് വരുത്തുന്നതാണ് ഞാൻ വിയോജിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പത്മേട്ടൻ്റെ, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുള്ള ആളാണ്, യാതൊരു ബഹുമാനക്കുറവുമില്ല. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാളൊക്കെ അത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്നറിയോ? ഒരു സാധാരണക്കാരൻ പറയുന്ന പോലെയല്ല. അത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ദിനപത്രത്തിൽ ഒരു എഡിറ്റോറിയൽ പേജിൽ ലേഖനമായിട്ടൊക്കെ വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണന് ഒരു വലിയ അംഗീകാരം കൊടുത്തു. അതിൽ നമ്മൾ ആരും കുറ്റം പറയില്ല, അത് അംഗീകാരം കൊടുക്കണം, അതിന് അർഹനാണ്. പക്ഷെ ആ അർഹനാകുന്നതിന് അടിസ്ഥാനം എന്താ? CPM സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട്, അമരക്കാരനായതുകൊണ്ട്. അപ്പം അങ്ങനെ കാണാതെ വേറൊരു തരത്തിൽ അതിനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ അതൊരു നല്ല ഉദ്ദേശമല്ല, അത് ശരിയല്ല. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ പിണറായി വിജയനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ അർത്ഥത്തിലാണ് കാണുന്നത്. നല്ലതാവട്ടെ, ഒരാളെ പറ്റി മോശം പറയുന്നതാവട്ടെ, നമ്മൾ ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടല്ലേ ഇത് കേൾക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് ഇത് കേൾക്കേണ്ടി വരുന്നത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ആർക്കാ പ്രശ്നം? ആർക്കും പ്രശ്നം. എന്തുകൊണ്ട് ഇടതുപക്ഷം മാത്രം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യമുണ്ട്. അത് വളരെ നല്ല ചോദ്യം. ഇതുവരെ എന്നോട് ചോദിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം അതാണ്. അതിനൊറ്റ കാരണമേ ഉള്ളൂ മനോജ്. ഒരാൾ പോക്കറ്റ് ഇടിക്കപ്പെട്ട് പിടിച്ചു,
പിടിക്കപ്പെട്ടു, പോക്കറ്റടിച്ച് പിടിക്കപ്പെട്ടു. അപ്പോൾ ഉടനെ നമ്മൾ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പരിശോധിക്കുമ്പോൾ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണ്. ഇയാൾ ഇതിനു മുമ്പും പോക്കറ്റ് അടിച്ചിട്ടുണ്ട്. അതോടുകൂടി അയാളെക്കുറിച്ചുള്ള നമ്മുടെ മീൻസ് പൊതുസമൂഹത്തിൻ്റെ മാധ്യമത്തിൻ്റെ എല്ലാത്തിൻ്റെ ആ ഒരു ചിന്ത എങ്ങനെ പെട്ടെന്ന് പോക്കറ്റ് അടിച്ചു പിടിച്ചു, അയാൾ പലവട്ടം പോക്കറ്റ്. ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ ഞാൻ പറയുകയാണ്. ഒരാൾ പോക്കറ്റ് അടിച്ച് പിടിക്കപ്പെട്ടു, പോലീസ് സ്റ്റേഷനിലെത്തി, വേറെ ബോട്ട്സ് എല്ലാം ചോദിക്കുമ്പം ഇയാളൊരു സ്കൂൾ അധ്യാപകനാണ്, അതും സർക്കാർ സർവീസിലാണ്, അതും ഒരു ഹെഡ്മാഷാണ്. മനോജ് ഒരു നിമിഷം ആ സിറ്റുവേഷൻ ഒന്ന് ഫേസ് ചെയ്ത് നോക്ക്, ആലോചിച്ച് നോക്ക്. അത് ആ ഒരു 6 കോളം വാർത്തയായി. എന്താ ഈ വാർത്ത മാറുന്നതിൻ്റെ കാരണം? ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ല, ഇങ്ങനെ പാടില്ല. അയാൾ ഇങ്ങനെയേ ആവാൻ പാടില്ല. അയാൾ എന്താവണം? അയാൾ എല്ലാത്തിനും മാതൃകയാവണം. അയാൾ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മറ്റേ ആൾക്ക് നമ്മളത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അയാൾ പോക്കറ്റ് അടിക്കാരൻ, പിന്നെ പോക്കറ്റ് അടിക്കലാണെന്ന്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഈ വിമർശനത്തിന് വിധേയരാകുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ സന്തോഷിക്കണ്ട. അവർ വിചാരിക്കേണ്ടതെന്ന് വെച്ചാൽ എന്ത് കൊള്ളരുതായ്മ അവർ ചെയ്താലും അത് അവർ ചെയ്യും എന്ന് ജനം ഓൾറെഡി അവർക്കൊരു അംഗീകാരം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഓഫീസിൽ മൃതദേഹം കുഴിച്ചിട്ടാൽ പോലും പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇതൊരു സമൂഹത്തിൻ്റെ ഒരു ബോധ മനസ്സുണ്ട്. സാമൂഹ്യ ബോധം തെറ്റി പറഞ്ഞു പോയതാണ്. സമൂഹത്തിൻ്റെ ഒരു ബോധമുണ്ട്. സമൂഹത്തിൻ്റെ ബോധം എങ്ങനെ സൃഷ്ടിക്കുന്നതാണ്? നിരന്തര അനുഭവങ്ങളിലൂടെ സൃഷ്ടിക്കുന്നതാണ്. ആ അനുഭവത്തിലേക്ക് പോകാതിരിക്കാൻ CPM-നെ നിങ്ങൾ മാധ്യമങ്ങൾ നിരന്തരം ജാഗ്രതപ്പെടുത്തുന്നത് വളരെ നല്ല കാര്യമാണ്. വേണം, നിങ്ങൾ കുറച്ചും കൂടി ഷാർപ്പ് ക്രിറ്റിസിസം ചെയ്യണം CPM-നെതിരായിട്ട്. ഞാൻ അതിന് സ്വാഗതം ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ വ്യക്തി ജീവിത അനുഭവത്തിൽ പറയും, ഞാൻ ഭയങ്കരമായ പ്രയാസങ്ങൾ നേരിട്ടിട്ട ഒരാളാണ്. ഭയങ്കര പ്രയാസം നേരിട്ടുണ്ട് ജീവിതത്തിൽ. അത് പബ്ലിക്കിന് മുഴുവൻ അറിയുന്ന സന്ദർഭങ്ങളാണ്. 2 സന്ദർഭങ്ങൾ എനിക്ക് എടുത്തു, ഞാൻ ആവർത്തിക്കില്ല എങ്കിലും 2 സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ ഞാൻ 2 സന്ദർഭങ്ങളിലും ചെയ്തത്. ഒരു സന്ദർഭത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വരുന്നു. കൃത്യമായി 2013 ഡിസംബർ 26 കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വന്ന് ഞാൻ മുഴുവൻ പത്രക്കാരെയും കണ്ടു. ഞാൻ പറഞ്ഞു, അതിനുശേഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പത്രത്തിൽ, ഒരു ചാനലിൽ, ഒരു വാർത്ത എനിക്കെതിരെ വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. രണ്ടാമത്തെ സന്ദർഭം അത് വേറൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഞാൻ കാത്തിരുന്നു ഒരാഴ്ച. ഞാൻ പത്രക്കാരെ നേരിട്ട് കാണാതെ ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കി എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇത് ഫുൾ ടെക്സ്റ്റ് കൊടുക്കുമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ല കൊടുക്കരുത്. അപ്പോൾ 4 പത്രവും ഫുൾ ടെക്സ്റ്റ് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും 1.5 മാസം കഴിഞ്ഞ് ശ്രീകണ്ഠപുരത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എല്ലാ പത്രക്കാരും വന്നു. ഞാൻ മുഴുവൻ പത്രക്കാരെ അഭിസംബോധന ചെയ്തിട്ട് ഏതാണ്ട് 35 മിനിറ്റ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ചാനൽ ചർച്ചയ്ക്ക് എൻ്റെ പാർട്ടിയുടെ ഇന്ന ആളുകളെ ഇന്ന ചാനലിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരെന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഡീറ്റെയിൽസ്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആർക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യവും ചോദിച്ചു, ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഞാൻ അവിടെ സമയമൊന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോകോളാം. ഞാൻ 5 മിനിറ്റ് കാത്തു നിന്നു. ഒറ്റ ആൾ ഒരു ചോദ്യം ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, അല്പമെങ്കിലും എന്നോട് ഒരു മര്യാദ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി ചാനൽ ചർച്ച ഇന്ന് ചെയ്യരുത്. ഞാൻ നേരിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചോദ്യം എന്നോട് ചോദിക്കാം. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ, സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ആളുകളല്ല, നിങ്ങളാണ് ഈ കണ്ണൂർ ജില്ലക്കാർ, നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാം. ഇനി നിങ്ങളെ സ്റ്റുഡിയോയിൽ 4 ആളെ വിളിച്ചിരുത്തി, എൻ്റെ പാർട്ടിയുടെ ഒരാളെ വിളിച്ചിരുത്തി ചെയ്യരുത്. ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. പറ്റുമെങ്കിൽ സ്വീകരിക്കും. മനോജ്, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം, ഒറ്റ ചാനലും ചർച്ച ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ മീഡിയ എടുക്കുന്ന സ്റ്റാൻഡ് മീഡിയയുടെ ഭാഗത്ത് നിന്ന് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. മീഡിയയോട് എടുക്കുന്ന സ്റ്റാൻഡ് എടുക്കുന്നവരും കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ഞാൻ ഉൾപ്പെടെ, അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 2 വളരെ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നേരിടേണ്ടി വരാത്ത അത്രയും ഒരുപക്ഷെ ഈ ഭൂമി പിളർന്ന് എനിക്ക് ഞാനിപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ആയാൽ എങ്ങനെ എന്ന്, അതാണ് എൻ്റെ ചോയ്സ് എങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാകുന്ന മാനസികാവസ്ഥയുള്ളൊരു സന്ദർഭമാണ്. പക്ഷെ എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചത് എനിക്കൊരു പ്രയാസവും മീഡിയയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഈ മാധ്യമങ്ങളുമായി നേതാക്കളുടെ ആ ഒരു ഏറ്റുമുട്ടലാണ് എപ്പോഴും ഒരു ഏറ്റുമുട്ടലിന്റെ പാതയാണ് CPM സ്വീകരിച്ചത്. അത് പലപ്പോഴും വാർത്തകൾ ഒന്നുകൂടി കൊഴുക്കാനുള്ള കാരണവുമാവുന്നുണ്ട്. കാരണം നമ്മളെപ്പോഴും എങ്ങനെയാണോ വിമർശിക്കുന്നത് അതിനെ ഒന്നുകൂടി പൊലിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമ രീതി എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം നേതൃത്വം എന്ന് തന്നെയാണോ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജെയിംസ് മാത്യുവിന് പറയാനുള്ളത്? ഇത് സത്യത്തിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അതിനൊരു ഉത്തരവുമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. അത് സാഹചര്യങ്ങളെയും സന്ദർഭത്തെയും വിഷയത്തിൻ്റെ സ്വഭാവത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മാത്രമല്ല, എനിക്ക് ആരാണോ ഫേസ് ചെയ്യുന്നത്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് മാത്രമേ എന്നെ കേൾക്കുന്നവരും കാണുന്നവരും മനസ്സിലാക്കാൻ പാടുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, ഇതാണ് അതിനുള്ള ഉത്തരം. ഇതാണ്. അതായത് ആരെപ്പോൾ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല, അത് ശരിയുമായിരിക്കില്ല. പക്ഷെ അതാരായാലും ഞാൻ ആഗ്രഹിക്കുന്നു എന്നെക്കുറിച്ച്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് എൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, എൻ്റെ നാവിൽ നിന്ന് വരുന്നത് വെച്ച് അതിങ്ങനെ തന്നെയായിരിക്കണം ആളുകൾ അറിയേണ്ടതും കാണേണ്ടതും എന്ന് നിശ്ചയിക്കേണ്ട കഴിവ് എനിക്കുണ്ടാവണം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ആ അധികാരം എൻ്റെ കയ്യിലാണ്, അതൊരിക്കലും നിങ്ങളുടെ കയ്യിലല്ല. മനോജ് ഇപ്പം എന്നെ എങ്ങനെയെല്ലാം ചോദിച്ചോ, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അഭിമുഖത്തിൽ നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുമ്പം നാളെ എന്നെ കാണുന്ന ലോകം, ആ ലോകം ഈ ഇരിക്കുന്ന എന്നെക്കുറിച്ച് ഇങ്ങനെ മാത്രമേ കാണാൻ പാടുള്ളൂ, ഇങ്ങനെ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒന്നും കാണാനോ കേൾക്കാനോ ഞാൻ ഇടവരുത്തില്ല എന്ന നല്ല ഉറച്ച ബോധ്യത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ബോധ്യത്തോടു കൂടി ഇരിക്കുന്ന എന്നെ ആണുവിട ചലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇതാണ് എനിക്ക് അതിനുള്ള ഉത്തരം. ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള വിവാദങ്ങൾ കത്തിപ്പടർന്ന ഒരു സാഹചര്യമാണ്. അത് മനു തോമസ് എന്ന മുൻ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ വാർത്ത വന്നത് മനു തോമസിനെ പുറത്താക്കി എന്നുള്ള രീതിയിലാണ്. അത് സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി അതിൽ ഒരു ചെറിയ പിഴവ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുണ്ട് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ആ ഘട്ടത്തിൽ തന്നെ മനു തോമസിനെ പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന ആളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആലക്കോട് ഏരിയ സെക്രട്ടറി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വാർത്താക്കുറിപ്പ് പാർട്ടി ഇറക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു വാർത്ത വരുമായിരുന്നില്ല. നമ്മൾ ഉള്ളിൽ നിന്ന് ആളുകളൊക്കെ നമ്മളിങ്ങനെ വാർത്ത ചോർത്തിയെടുക്കുക എന്ന് പറയുന്നില്ല, അങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ അവർ പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വാക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാവും പിന്നെ വാർത്ത. അപ്പോൾ പാർട്ടിക്ക് പറ്റിയ ഒരു പിഴവാണത്. അതിൽ CPMന്റെ ജില്ലാ സെക്രട്ടറി വളരെ കൃത്യമായി മനു തോമസിനെ എങ്ങനെയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയതെന്ന് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ആ വിവാദം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ P. ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരുന്നു. ഈ മനു തോമസിന്റെ വ്യാപാര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിടുന്നു. അതോടുകൂടി വീണ്ടും വിവാദമാകുന്നു. അതിന് മനു തോമസിന്റെ മറുപടി വരുന്നു. P. ജയരാജനുമായി ബന്ധപ്പെട്ട് പല കോപ്പി ഇടപാടുകൾ എന്നൊക്കെ പറഞ്ഞ് മറ്റ് മകനുമായി ചേർന്നുള്ള ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. ഒരു പാർട്ടിയെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ വിശദീകരിച്ച കാര്യത്തിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത്. സത്യത്തിൽ P. ജയരാജൻ പാർട്ടിക്ക് ദോഷകരമാവണമെന്ന ഉദ്ദേശത്തോടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനിടയുണ്ട് എന്ന് വിചാരിക്കുന്നില്ല ഞാൻ ഒരിക്കലും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ? P. ജയരാജൻ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടിക്ക് ഗുണകരമാകും എന്ന ഉദ്ദേശത്തോടെ ഇട്ടതാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നു. അങ്ങനെ അല്ലാതെ വരാനിടയില്ല. ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞ് രണ്ടാമത്തെ ഭാഗം, അത്തരമൊരു ഉദ്ദേശത്തോടുകൂടി താൻ കുറിക്കുന്ന ഓരോ വാക്കും വരിയും എത്തേണ്ടിടത്ത് എത്തുമ്പം, ജനങ്ങളിലേക്ക് എത്തുമ്പം ഞാൻ ഉദ്ദേശിച്ച ഫലം തന്നെയായിരിക്കുമോ ഉണ്ടാകാനിടയുള്ളത്, അല്ലാത്ത ഒരു ഫലം ഉണ്ടാക്കാൻ അതിടയാക്കുമോ എന്ന് ചിന്തിച്ച് ഇടയാക്കില്ലെന്ന് ഉറപ്പുവരുത്തി വാക്കുകളും വാചകങ്ങളും ഉപയോഗിക്കാൻ കഴിയണം. അത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പരിശോധിക്കേണ്ടത് ആരാ?
ഇട്ട ആൾ. അത് ഞാനല്ല. ഇനി രണ്ടാമത് പരിശോധിക്കേണ്ട ആളാരാ? രണ്ടാമത് പരിശോധിക്കേണ്ടത് പാർട്ടി. പി ജയരാജനെ സംബന്ധിച്ച് പാർട്ടി. ഒന്നാമത് പരിശോധിക്കേണ്ടത് ജയരാജൻ, രണ്ടാമത് പരിശോധിക്കേണ്ടത് പാർട്ടി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ ജയരാജൻ പാർട്ടിക്ക് വേണ്ടിയുള്ള താല്പര്യത്തോടു കൂടി ഇട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ജയരാജൻ ആഗ്രഹിച്ച തരത്തിൽ തന്നെ ഫലം ചെയ്തു എങ്കിൽ അത് ഈ വിധത്തിലാണ് ഫലം ചെയ്തത് എന്ന് ജയരാജൻ പാർട്ടി ബോധ്യപ്പെടുത്തിയാൽ മതി. പ്രശ്നം തീർന്നു. എനിക്കറിഞ്ഞൂടാ, അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇനി അല്ല എങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ജയരാജനെ പാർട്ടി ബോധ്യപ്പെടുത്തും. തീർന്നു. ഇതാണ് കാര്യം. ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പ് ഞാൻ മനോജിനോട് പറഞ്ഞു, ഏത് ചോദ്യം ചോദിച്ചാലും ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനപ്പുറം ഒരു വരി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ മനോജിന് പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞത് എന്നെ കൊണ്ട് തന്നെ അത് തെളിയിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ എന്നോട് ഇപ്പം തന്നെ ചോദിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇതാണ് അതിലുള്ള സ്റ്റാൻഡ്. ഇനി ഇതല്ലാതെ ഉണ്ടാകാവുന്ന സ്റ്റാൻഡ് അത് ഞാൻ ഒരിക്കലും ഇതിൽ എൻ്റെ അഭിപ്രായമായിട്ടല്ല പറയുന്നത്. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ ഞാനല്ല വേറൊരാളാണെങ്കിൽ അയാളെന്ന് പറയും. ജയരാജനിട്ട അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി അതിൻ്റെ ഗുണദോഷ വിചിന്തനം നടത്തും. അതിനെക്കുറിച്ച് മനു തോമസ് നടത്തിയതിൻ്റെ കുറച്ച് വിചിന്തനം നടത്തും. സംഭവിക്കാൻ പോകുന്നത് എന്താ? യാതൊരു സംശയവും. ഇപ്പം അതിൽ രണ്ടുപേരേ ഉള്ളൂ കക്ഷികൾ, പി ജയരാജനും മനു തോമസും. മൂന്നാമത്തെ ആളും കൂടി കക്ഷിയാവും. അത് ജെയിംസ് മാത്യു ആയിരിക്കും. വല്ല ആവശ്യമുണ്ട്. അപ്പം ഞാൻ പി ജയരാജനെ ഡിഫെൻഡ് ചെയ്ത് പറഞ്ഞാലും ഇനി അത് ഡിഫെൻഡ് ചെയ്യാതെ പറഞ്ഞാലും ഈ വിവാദത്തിൽ, ഈ തർക്കത്തിൽ, ഈ മാധ്യമ ശ്രദ്ധയിലേക്ക് വന്ന, ജനശ്രദ്ധയിലേക്ക് വന്ന വിഷയത്തിൽ ഒരു മൂന്നാമത്തെ ആളും കൂടി കയറി. അപ്പം ഇനി അടുത്ത ആളോട് ചോദിക്കുന്നത് എന്താ? അവർ തമ്മിൽ പറഞ്ഞത് ശരി, ഈ മൂന്നാം കക്ഷി എന്തിനാണ് ഇത് ഏറ്റുപിടിച്ചെന്നുള്ളതാണ് അടുത്ത ആളോട് ചോദ്യം. അപ്പം ആ നാലാമത്തെ ആളെന്താ ചിലപ്പോൾ പറയുക, അല്ല മറ്റത് രണ്ടും ഒരു സ്വാഭാവിക പ്രതികരണമായിട്ട് കാണാം, മറ്റേ ഇയാൾ എന്തിനാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല, അയാൾ അതിനകത്ത് പോയിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കില്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ കാണുന്നത്. ഞാൻ എന്തിനാണ് അതിനകത്ത് പോയി തലയിടേണ്ട ആവശ്യം? ഒന്നാമത് അത് ജയരാജൻ ആലോചിക്കേണ്ട കാര്യം, രണ്ടാമത് ജയരാജൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്, പാർട്ടി ആലോചിക്കണം. ഇത് രണ്ട് ആലോചന കഴിഞ്ഞിട്ട് പറയുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. അതല്ലാത്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ മൂന്നാം കക്ഷിയാകുന്ന ആവശ്യം എന്താ? ഇതാണ് മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ സ്വീകരിക്കേണ്ട നിലപാടെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പി ജയരാജനെ പോലുള്ള നേതാക്കൾ ഇതിൽ നിന്നൊക്കെ മാറിപ്പോകുന്നു പല കാര്യങ്ങളും. നമ്മുടെ ഇതേ ക്വസ്റ്റ്യൻ അവറിൽ തന്നെ പി ജയരാജൻ എന്നോട് പറഞ്ഞത് ഇതൊക്കെ മതിയാക്കി നിന്നാൽ കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിൽ ഇരുന്നാൽ എന്താ എന്നുള്ളൊരു ചോദ്യം പി ജയരാജൻ എന്നോട് ചോദിച്ചിരുന്നു. അത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ ആപ്ലിക്കബിൾ ആക്കിയാൽ മതി. ഞാനിപ്പോൾ വളരെ കൃത്യമായിട്ടൊരു വിശദീകരണം. പി ജയരാജൻ എന്ന് ഞാൻ പറഞ്ഞ സ്ഥാനത്തെല്ലാം ആ പേര് വെട്ടിയിട്ട് പി ജയരാജൻ എന്ന് ചേർത്തിട്ട് വായിക്കുക. തീർന്നു. അല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാനിപ്പം നിങ്ങളോട് വിശദീകരിച്ചു. അതിപ്പോൾ അതിനകത്ത് റെക്കോർഡഡ് ആയിട്ടുണ്ടല്ലോ. അവിടെ എവിടെയൊക്കെയാണോ പി ജയരാജൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്, ആ പിയുടെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ ഈന്നും കൂടി ചേർത്തിട്ട് നിങ്ങൾ വായിച്ചാൽ മതി. കാരണം ഞാൻ പറയുന്ന കാര്യം പി ജയരാജനാണെങ്കിൽ ഇങ്ങനെയും പി ജയരാജനാണെങ്കിൽ അങ്ങനെയും എന്ന് പറയാനുള്ള ആളല്ല ഞാൻ. രണ്ടുപേരും ഇന്ന് പാർട്ടിയുടെ നേതാക്കളാണ്. അപ്പോൾ പി ജയരാജൻ്റെ കാര്യത്തിൽ ഞാൻ എന്താണോ പറഞ്ഞത് അതന്നെ പി ജയരാജൻ്റെ കാര്യത്തിൽ പറയുന്നത്. വേറെന്താ കാര്യം? അതുകൊണ്ട് പി ജയരാജൻ പറയുമ്പോൾ അത് പാർട്ടിക്ക് വേണ്ടി ഞാൻ ആവർത്തിക്കുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഈ സ്വർണ്ണ കൊട്ടേഷൻ സംഘവുമായി ഒക്കെ ബന്ധപ്പെട്ട് മനു തോമസ് പാർട്ടിക്ക് പരാതി കൊടുക്കുന്നു. 3 തവണ അത് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുന്നു. അതിനുശേഷം അതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ ഒരു കോപ്പി എൻ്റെ കയ്യിലടക്കമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം M ഷാജറിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ടുള്ള ഈ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പൊതുസമൂഹം പാർട്ടിയെ ഇങ്ങനെ കൊത്തിവലിക്കാൻ പാകത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി അവിടെ ചർച്ച ചെയ്ത് ആ വിഷയങ്ങളൊക്കെ അവസാനിച്ച് തള്ളിയതാണോ? കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിയത് തന്നെയാണോ? ഇതിലെന്താ വെച്ചാൽ CPM പോലെ ഒരു പാർട്ടിയുടെ സാധാരണഗതിയായി മനോജിന് അറിയാത്തതല്ല എങ്കിലും മനോജ് എന്നോട് ചോദിക്കുന്ന ചോദ്യമൊന്നും മനോജിന് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതല്ലോ, ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നതല്ലേ. അത് ആ ബോധ്യത്തിലാണ് ഞാൻ മറുപടിയും പറയുന്നത്. അതായത് CPM പോലെ ഒരു പാർട്ടി മണിക്കൂറിൽ 100 കണക്കിന് പ്രശ്നങ്ങൾ പാർട്ടിയിൽ വരും. മണിക്കൂറിൽ എവറി മൊമെൻറ്റ് ഇഷ്യൂസ് വരും. അത് കത്തായിട്ട് വരും, നേരിട്ട് വന്ന് പറയും, വാക്കാൽ പരാതിയായി പറയും, മറ്റു പല മീഡിയകളിലൂടെ വരും. അപ്പോൾ ഒരു പാർട്ടി ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ഓരോ സെക്കൻഡിലും 1000 കണക്കിന് പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പാർട്ടിക്ക് രീതികളുണ്ട്. അത് സാധാരണഗതിയിൽ അത് കൈകാര്യം ചെയ്യുന്ന പാർട്ടി സെക്രട്ടറി തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യത്തിൽ
അതിൽ തീരുമാനമെടുത്ത് അപ്പോൾ തന്നെ കഴിഞ്ഞു. ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളോട് പറഞ്ഞു കഴിഞ്ഞു. ചിലത് അദ്ദേഹത്തിന് മാത്രം പറ്റത്തില്ല, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പിടിക്കുക. അപ്പോൾ അവൈലബിളായ ഇപ്പോൾ ഉയർന്ന ഘടകത്തിൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവൈലബിൾ സെക്രട്ടേറിയറ്റ്, ദെൻ ഫൈനലി സെക്രട്ടേറിയറ്റ്, ദെൻ കമ്മിറ്റി. അതിനൊരു പ്രൊസീജിയറുണ്ട്. പക്ഷേ ഈ കമ്മിറ്റിയിൽ ചെല്ലുമ്പോഴും ചിലപ്പോൾ ഇതിനൊരു തീരുമാനമാവില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂനപക്ഷ പ്രകാരം തീരുമാനിക്കേണ്ടതല്ലാത്ത അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അന്വേഷണത്തിന് അതിൻ്റേതായ പാർട്ടി രീതികളുണ്ട്. അന്വേഷണം കഴിഞ്ഞാലോ, അന്വേഷണം കഴിഞ്ഞ് പാർട്ടി എത്തിച്ചേരുന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയാണ്. ഈ നടപടിയോ പാർട്ടിക്കകത്ത് മാത്രമുള്ള നടപടിയുണ്ട്, പുറത്തുള്ള നടപടിയുണ്ട്, പബ്ലിക്കിനെ അറിയിക്കേണ്ടതുണ്ട്, അറിയിക്കേണ്ടാത്തതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ, നിങ്ങൾ ഏത് വിഷയം ചോദിച്ചാലും അതിൻ്റെ മേലെ CPM പോലെ ഒരു പാർട്ടി എടുത്ത നടപടി എന്താണെന്ന് എനിക്കിവിടെ ഇരുന്ന് നിങ്ങളോട് പറയാൻ പറ്റുന്നതല്ല. അത് എന്തെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി അറിയണമെങ്കിൽ അത് ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കണം. ജില്ലയിലെ കാര്യമായതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കണം, സംസ്ഥാന കമ്മിറ്റിയുടെ കാര്യമായതുകൊണ്ട് എന്നെപ്പോലെ ഒരാൾക്ക് അത് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ജനറലി പറയുകയാണ്, സാമാന്യ നിലയിൽ ഞങ്ങളെ പാർട്ടി എടുക്കുന്ന ഒരു പൊതു നിലപാട് എന്താ വെച്ചാൽ, പബ്ലിക്കിലൊരു ഇഷ്യൂ ആയ പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യിപ്പിക്കും. എന്നാൽ പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലല്ല ആ സിറ്റുവേഷനെങ്കിലോ പാർട്ടിക്കകത്ത് കൺവിൻസ് ചെയ്യിപ്പിക്കും. പബ്ലിക്കിനോട് പറയാനുള്ളത് പബ്ലിക്കിനോട് പറയും. അതിൽ ചിലപ്പോൾ കോൺട്രഡിക്ഷൻ പിന്നെ ഉണ്ടായി എന്ന് വരാം. ഇപ്പോൾ ചില സംഭവങ്ങൾ, ഇപ്പോൾ കണ്ണൂരായതുകൊണ്ട് കണ്ണൂരിൻ്റെ പശ്ചാത്തലത്തിൽ ചില സംഭവങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ചില അക്രമങ്ങൾ നടക്കും, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്നതല്ല പബ്ലിക്കിൽ പറയാൻ പറ്റുമോ അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച്? അപ്പോൾ പാർട്ടിക്കകത്ത് ഏറ്റവും ശരി മാത്രമേ പാർട്ടി ചർച്ച ചെയ്യാറുന്നില്ല, ചർച്ച ചെയ്ത് പാർട്ടി എത്തിച്ചേരുന്ന ഏറ്റവും ശരിയായ നിലപാടിലായിരിക്കും. പക്ഷെ അത് അതേപടി പോയിട്ട് പബ്ലിക്കിൽ ഞങ്ങളിങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അതിങ്ങനെ ചർച്ച ചെയ്തു, ഇങ്ങനെ തീരുമാനിച്ചു, അങ്ങനെ പറഞ്ഞു. CPM നല്ല ഒരു പാർട്ടിക്കും പറയാൻ പറ്റില്ല. CPM അങ്ങനെ പറയുന്ന രീതി പാർട്ടിക്കില്ല. എന്നാൽ പാർട്ടി എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നും ഒരു ജനാധിപത്യ രീതി അവലംബിക്കുകയും ശരിക്ക് വേണ്ടി ഭൂരിപക്ഷം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM ആണ്. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഞാനിപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ഞാൻ ഒഴിഞ്ഞു, അത് ശരിയാണ്. പക്ഷെ ഒരിക്കലും ഇപ്പോൾ എൻ്റെ അനുഭവം തന്നെ ആ സന്ദർഭം ഞാൻ മുമ്പേ പറഞ്ഞില്ല. എന്നോട് ഞാൻ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി പ്രസ് ക്ലബ്ബിൽ എഴുതി കൊടുത്തു, അത്രയും ഞാൻ ചെയ്തുള്ളൂ. ഞാൻ MV ജയരാജനോടും കോടിയേരി ബാലകൃഷ്ണനോടും ചോദിച്ചിട്ടാണ് പത്രസമ്മേളനത്തിന് എഴുതി കൊടുത്തത്. എഴുതി കൊടുത്ത അന്നേരം മുതൽ ഞാൻ പാർട്ടി വിടുന്നു എന്നുള്ള ഇതായി. അപ്പോഴത്തേക്ക് എൻ്റെ പടം വന്നു, എൻ്റെ ത്യാഗം വന്നു, എൻ്റെ പാരമ്പര്യം വന്നു, എല്ലാം വന്നു. എന്നോട് എല്ലാ പത്രക്കാരും വിളിച്ചു. ഞാൻ ഒരാളോട് പോലും അല്ല, അതെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എനിക്ക് യാതൊരു സംശയമില്ല. മനോജാണ് വിളിച്ചെങ്കിൽ മനോജ അത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ മനോജിനോട് മാത്രമായിട്ട് പറഞ്ഞാൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ, മനോജ് അത് എയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെയായിരിക്കും വേറെ കുറേ ആൾ പറയും. ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം വിളിച്ചത്. എല്ലാവരും തോന്നിയ പോലെ കൊടുത്ത് ഞാനൊന്നും മിണ്ടാൻ പോയില്ല. ഞാൻ പ്രസ് ക്ലബ്ബിൽ വന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത വലിയ ജനക്കൂട്ടമുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് എനിക്കൊരു മണ്ടത്തരം പറ്റി. ഞാൻ ആദ്യം പറഞ്ഞ വാചകം അവസാനം പറഞ്ഞാൽ മതിയായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞു പോയത് എന്താ വെച്ചാൽ, ഞാൻ CPM വിടുന്ന പ്രശ്നമേ ഇല്ല, എൻ്റെ ജീവിതാന്ത്യം വരെ ഞാൻ CPM ആയിരിക്കും. സത്യത്തിൽ അത് അവസാനം പറയും, ബാക്കി കാര്യം ആദ്യം പറയുകയും ചെയ്തിരുന്നെങ്കിൽ അവസാനം ഒരാളുണ്ടാവുമായിരുന്നു. ഞാനിത് പറഞ്ഞോടുകൂടി ലൈവും പോയി, എല്ലാം പോയി, പത്രക്കാരും പോയി, ആകെ പിന്നെ ഒരു 3-4 ആളുടെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും വലിയൊരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞാൻ വന്ന് അതാ ഞാൻ പറഞ്ഞത്, കുറച്ച് മുമ്പ് ചോദിച്ചപ്പോൾ എന്നെ അന്നേരം എന്താ നയിച്ചത്? എന്നെ അന്നേരം നയിച്ചത് കൺഫ്യൂഷൻ അവസാനിപ്പിക്കണം. സത്യത്തിൽ എന്നെ നയിക്കേണ്ടിയിരുന്ന എന്താ? കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ മുമ്പിലിരിക്കുന്ന പത്രക്കാർക്ക് അവസാനിച്ച പോരാ, ലോകത്തിന് മുഴുവൻ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയായിരുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ സ്വയം ഒഴിഞ്ഞു എന്നുള്ളത് ശരിയാണ്, കുറച്ച് ഗ്യാപ്പെല്ലാം ഇട്ട് നിരവധി കാരണങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ആ തീരുമാനം എടുക്കേണ്ടി വന്നത്. ഭയങ്കര ആകാംക്ഷയായതിന്. എന്നിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമെല്ലാം ഞാൻ വിസ്തീരിച്ച് അതെല്ലാം ലൈവായിട്ട് അങ്ങ് പോകും. അതിൻ്റെ ഏറ്റവും അവസാനം ഈ മരണം വരെ ഞാൻ ഈ പാർട്ടിയിൽ ഉറച്ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പറ്റിയ എൻ്റെ ജീവിതത്തിൽ വലിയ അബദ്ധമായിട്ട് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരാൾ പറയുമ്പം അയാൾ ആലോചിക്കണം, ഇത് ലോകം മുഴുവൻ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. പക്ഷെ എനിക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ, പെട്ടെന്ന് ഞാൻ എൻ്റെ വികാരത്തിനടിപ്പെട്ട് അതിൻ്റെ അവസാനം പറയേണ്ടത് ആദ്യം പറഞ്ഞു, അതോടുകൂടി വാർത്ത അവസാനിച്ച് സ്ക്രോളും പോയി, എല്ലാം പോയി. ഞാൻ അവിടെ ഒരു 3/4 മണിക്കൂറോ മറ്റിരുന്ന് വെറുതെ പറഞ്ഞത് ഒരു കാര്യവും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് റേപ്പർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, വല്ല ഞാൻ മരിച്ചു പോയാലൊക്കെ കേൾപ്പിക്കാനേ, അങ്ങനെയല്ല ഇതൊക്കെ ആവശ്യമുണ്ടാവും. ഉണ്ടാവും, ഞാൻ കുറ്റം പറയല്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ഞാനൊരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എന്തായാലും ആ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ ജെയിംസ് മാത്യു തീരുമാനിക്കുന്നത് ഒരു ദൗത്യവുമായാണ്.
ആ ദൗത്യത്തിലേക്ക് താങ്കൾ കടക്കുന്നു. അങ്ങനെ ബേബി റൂട്ട്സ് എന്ന ആ സ്ഥാപനം പിറന്നിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അവസ്ഥ? നിങ്ങളുടെ ലക്ഷ്യം, അതിൻ്റെ പ്രവർത്തനം? സത്യത്തിൽ ഒരു വലിയ കാര്യമാണ് ഉള്ളത്. എന്താ വെച്ചാൽ നമ്മൾ ആശയങ്ങൾ പ്രസംഗിക്കാം, ആശയങ്ങൾ നമുക്ക് ലേഖനമായിട്ട് എഴുതാം, അത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കാം. പക്ഷെ നിങ്ങളൊരു ആശയം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് ആ ആശയം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമെന്ന് മനസ്സിലാവും. ഞാൻ അക്ഷരാർത്ഥത്തിൽ അത് അനുഭവിക്കുകയാണ്. ആ സ്ഥാപനത്തിൽ വരുന്ന കുട്ടികളുടെ പേരൻസ് പറയുന്നത് അതിൻ്റെ ഒരു അങ്ങേ തലയ്ക്ക് അവർ അപ്രീഷിയേറ്റ് ചെയ്യണം, അവിശ്വസനീയമായ തോതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം കുട്ടികൾ വൈകുന്നേരം വീട്ടിൽ പോകാൻ താല്പര്യമില്ല. പിന്നെ വീട്ടിൽ വാഹനത്തിൽ ചെന്ന് ഇറങ്ങിയാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല കുട്ടികൾ. വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ല, വണ്ടി തന്നെ ഇരിക്കും. അത്ര ഇഷ്ടമാണ് കുട്ടികൾക്ക് അവിടെ. പക്ഷേ പേരൻസ് അവിടെ നിർത്തുന്നില്ല. കാരണം അവർക്ക് കൺവെൻഷണൽ LKG വേണം, അവർക്ക് കൺവെൻഷണൽ UKG വേണം, അവർക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവരാഗ്രഹിക്കുന്ന കണ്ണൂരിൽ ഏറ്റവും ടോപ്പ് എൻഡ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. അതിന് ബേബി റൂട്ട്സിൽ വന്നാൽ വഴിയില്ല. അതിനൊറ്റ വഴിയേ ഉള്ളൂ. അവിടുത്തെ പ്രീ സ്കൂളിൽ പോകണം, അവിടുത്തെ LKG പോകണം, അവിടുത്തെ UKG പോകണം. പിന്നെ പേരൻസ് എന്താ ഇവിടെ കൊണ്ടുവരുന്നത്? അവരെ കുട്ടിയെ വേറൊരിടത്ത് കൊണ്ടുപോയി ഇരുത്താൻ പറ്റുന്നില്ല, ഇരിക്കൂല കുട്ടികൾ. ആ കുട്ടികളെ കൊണ്ട് ഇരുത്തുന്നു. ഭയങ്കര അനുഭവമാണ് മനോജ്. സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളില്ല എൻ്റെ അനുഭവം പറയാൻ. മാത്രമല്ല മനോജിൻ്റെ ടീച്ചറാണ് അവിടെ ആ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരി. അവരൊക്കെ എടുക്കുന്ന പറയാൻ പറ്റില്ല, അത്രയും നല്ല ഒരു അനുഭവമാണ് അവിടെയുള്ളത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഒരു ചെറിയ മഴത്തുള്ളിയുടെ ലക്ഷത്തിലൊരംശം പോരുന്ന ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. അതിന് നിലനിൽപ്പില്ലെന്നുള്ളതാണ് എൻ്റെ അനുഭവം. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കത് പറയാനോ പ്രതിഫലിപ്പിക്കാനോ സാധിക്കില്ല. പക്ഷേ ഞാൻ ആ ആശയം ഒരുപാട് ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു അനുഭവം മാത്രം ഞാൻ പറയാം. എൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ മകളുണ്ട്. അവൾ BSc മാത്സിന് വിപ്രോൻ്റെ ഒരു ക്യാമ്പസ് ഉണ്ട് ബാംഗ്ലൂർ. മാത്സ് ഡിഗ്രി പാസ്സായി അവൾ ഇൻ ബിറ്റ്വീൻ അവൾ ഒരു 2-3 ദിവസം ഇവിടെ വന്നപ്പോൾ ആ സ്ഥാപനത്തിൽ വന്നു. ആ മോൾ അവിടെ വന്നിട്ട്, ആഭ എന്നാണ് പേര്, മോൾ അവിടെ വന്ന് കുട്ടികളുടെ കൂടെ മിങ്കിൾ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ അവളെ കൂടെ ഇറങ്ങി പോവുകയാണ്. എന്തുകൊണ്ട്? അവൾ അവിടെയുള്ള സ്റ്റാഫിനേക്കാൾ കൂടുതൽ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തു. കുട്ടികൾ ഇറങ്ങിപ്പോകാൻ അത്രയും, എന്നിട്ട് കുട്ടികൾ കരയുകയാണ്. അവൾ 2 ദിവസം അവൾക്ക് അത്രയും കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഇപ്പോഴുള്ള അവസ്ഥ എന്താ? അവൾ BSc കഴിഞ്ഞിട്ട് MScക്ക് പോകാൻ അവളെ നിർബന്ധിച്ചിട്ട് അവൾ പോകുന്നില്ല. അവൾ ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷനിൽ വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമമായി. എന്താ വിഷമം? ഈ ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനൊരു സ്റ്റേബിൾ ജോബ് ഇന്ത്യയിലില്ല. അതാണ് പ്രശ്നം. ഇന്ത്യയിൽ അംഗൻവാടി ടീച്ചറാവാനോ പ്രീ സ്കൂൾ ടീച്ചറാവാനോ നഴ്സറി ടീച്ചറാവാനേ പറ്റുള്ളൂ. അതൊരു സാലറി ഇല്ലാത്ത പണിയാണ്. അതിനിവിടെ മറ്റേ ഭാരത് സേവാ സമാജ് എന്നൊക്കെ പറഞ്ഞ് കുറേ സർട്ടിഫിക്കറ്റൊക്കെ ആക്കിയിട്ട്. ഇവളതല്ല. ഇവൾ വിദേശത്ത് പോയി പഠിക്കാൻ അതിന് തയ്യാറാണ്. ഇവൾ ഇന്ത്യയിൽ എന്ത് പഠിക്കാൻ? ഇവളിപ്പം ബാംഗ്ലൂരിൽ ഒരു വർഷത്തെ ഒരു പ്രോജക്റ്റ് വർക്കിൽ അതിന് വേണ്ടിയിട്ട് ഏർപ്പെടാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ വളരെ ചെറിയ വയസ്സേ ഉള്ളൂ ആ മോൾക്ക്. 21 വയസ്സോ മറ്റാണ് അവൾക്ക്. ഡിഗ്രി കഴിഞ്ഞു. അവളത് ഭയങ്കരമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ഞാൻ പറയാം. എനിക്ക് വളരെ പ്രായമായി. എനിക്ക് ഈ ശ്രമവും കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആയുസ്സും ഇല്ല, സാഹചര്യവും ഇല്ല. അത് അത്രയും കാലമൊന്നും ഈ പേരൻസിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം തുടരാനും എനിക്ക് പറ്റുമെന്ന് തോന്നില്ല. പക്ഷേ ആ മോളെപ്പോലെ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്, കാണുന്നുണ്ട്. അവർക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഭാവിയിൽ ഞാൻ ഈ നടത്തുന്ന ശ്രമത്തിന് വേറെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു തുടർച്ച ഉണ്ടാക്കിയാൽ അതായിരിക്കും അതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് ഉണ്ടാകാനിടയുള്ളതെന്ന് കാണുകയാണ് ഞാൻ. അത്രയും. ഈ ബേബി റൂട്ട്സിനെ കുറിച്ച് ഈ തുടങ്ങി ഇത്രയും കാലമായി അത് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല ആളുകൾ എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴും. അത് നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഇത് ആളുകൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അല്ല, ഞാൻ അങ്ങനെ പറയില്ല. ആളുകൾ നന്നായി മനസ്സിലാക്കുന്നു. അതിൻ്റെ ബെനിഫിറ്റ് എന്താ, മെച്ചം എന്താ മനസ്സിലാക്കുന്നുണ്ട്. ആ അപ്രീസിയേഷൻ അവർ കൊടുക്കുന്നുണ്ട്. കുട്ടികളിൽ ആ ചേഞ്ച് അവർ ഫീൽ ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി അവർ ഫേസ് ചെയ്യുന്നത് എന്താ? അവർക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം. അവിടെ ചെല്ലുമ്പോൾ ടെസ്റ്റാണ്.
നമ്മുടെ അടുത്ത് നിന്ന് പോയ ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന അനുഭവം വെച്ചാൽ ഭയങ്കര സങ്കടം തോന്നി നമുക്ക്. ഇവിടുത്തെ, ഞാൻ സ്കൂളിൻ്റെ പേര് പറയുന്നില്ല, ടെസ്റ്റ് നടത്തുകയാണ്. ടെസ്റ്റ് ഇന്ത്യയിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അനുസരിച്ച് 1ാം ക്ലാസ്സിലേക്ക് ഒരു ടെസ്റ്റോ ഇൻ്റർവ്യൂവോ നടത്താൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷേ ഈ കണ്ണൂർ ടൗണിൽ 1ാം ക്ലാസ്സിലേക്ക് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ടെസ്റ്റ് നടത്തുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക്. 1ാം ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ചു. 1ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിയെ എന്താ പഠിപ്പിക്കേണ്ടത്? A to Z പഠിപ്പിക്കേണ്ടത് അവിടുന്നല്ലേ തുടങ്ങേണ്ടത്. അവിടെയല്ലേ കുട്ടി പഠിക്കാൻ ആദ്യം ചേരേണ്ടത്. ആദ്യം ചേരുന്നിടത്ത് എന്താ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക? അപ്പം അതിനർത്ഥം എന്താ? അതിനർത്ഥം അതിനു മുമ്പ് എന്തോ പഠിച്ചിരിക്കണം എന്നല്ലേ. പിന്നെന്തിനാ അവിടെ പോകേണ്ട ആവശ്യം എന്താ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നത് നമ്മൾ അത് ചിന്തിക്കണം. അതായത് 1ാം ക്ലാസ്സിൽ കണ്ണൂരിൽ, ഞാൻ പറയണോ പേര്? ഞാൻ എന്തിനാ പേര് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്കൂൾ, അവിടെ ടെസ്റ്റാണ്. അവരോട് ചോദിക്കുമ്പോൾ അവരെന്താ പറയുന്നത്? ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ ആകെ നമുക്ക് 100 കുട്ടികളെ എടുക്കാൻ പറ്റുള്ളൂ, ഇത്ര ഡിവിഷനേ ഉള്ളൂ, ഇവിടെ 2000 പേര് വരുന്നു, ഞങ്ങൾ ആരെയും എടുക്കുക? 2000 പേര് വരുന്നുണ്ടെങ്കിൽ എടുക്കേണ്ടതിന് വ്യവസ്ഥയുണ്ട്. സ്കൂളിന് ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റായ നെയ്ബറിംഗ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ ബേസിസിൽ കുട്ടികളെ എടുക്കണം. അതിനെന്താ ഇത്ര പ്രയാസം? എന്തിനാ അവർ അത് മാറ്റുന്നത്? എന്താ അതിൻ്റെ ഗുണം? അതിൻ്റെ ടെസ്റ്റ് നടത്തണം 1ാം ക്ലാസ്സിൽ. എങ്ങനെയാണ് നമ്മളത് പൊറുക്കുക? ഇത് അറിയാത്തവരായിട്ട് ആരാളുള്ളത്? ഭരണാധികാരികൾക്കറിയില്ലേ? മാധ്യമങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ആരും മിണ്ടാതിരിക്കുന്ന എന്താ? അവർക്കും അവരുടെ മക്കളെയോ പേരക്കുട്ടികളെയോ അവിടെ കൊണ്ട് ചേർക്കണം. അപ്പം അവരാരും എതിർക്കുന്നില്ല. ആ സ്കൂളിൽ ഇൻ്റർവ്യൂ നടത്തുമ്പോൾ പറ ABCD അതിന് മുമ്പ് പഠിക്കണം. അപ്പം അതിൻ്റെ സിലബസ് എന്താ? എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, 1ാം ക്ലാസ്സിലെ സിലബസ് എന്താ? ICSE ആവട്ടെ, CBSE ആവട്ടെ, കേരള സിലബസ് ആവട്ടെ, 1ാം ക്ലാസ്സിലെ സിലബസ് എന്താ? ആ സിലബസിന് മുമ്പുള്ള ഒരു പ്രീ സ്കൂളിൽ എന്തെങ്കിലും പഠിക്കണമെന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസ നിയമത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? KER-ലുണ്ടോ? അതായത് 1ാം ക്ലാസ്സിലെ കുട്ടി വേണ്ട. ഞാൻ തിരിച്ചു ചോദിക്കാം, മനോജ് 1ാം ക്ലാസ്സിന് മുമ്പായിട്ട്, എനിക്ക് അറിഞ്ഞുകൂടെ മനോജിൻ്റെ കാലയളവിലുണ്ടായിരുന്നു, ഞാൻ പോയിട്ടില്ല, എൻ്റെ പ്രായക്കാരും പോയിട്ടില്ല. അപ്പോൾ അവരെവിടെ നിന്നാണ് തുടങ്ങിയത്? 1ാം ക്ലാസ്സിൽ നിന്ന്. ഇപ്പോഴെങ്ങനെയാണ് 1ാം ക്ലാസ്സിൽ ഇൻ്റർവ്യൂ വരുന്നത്? അതിന് മുമ്പ് പോകേണ്ട ആവശ്യം എന്താ? നിങ്ങൾ അങ്ങനെ പോകാൻ പാടില്ലാത്തതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ബേബി റൂട്ട്സ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ പേരൻസിനോടും പറയാറുണ്ട്, പഴയ കൂട്ടുകുടുംബ കാലത്തെ കുടുംബ സാഹചര്യത്തിൽ വളരുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രീ സ്കൂൾ ആവശ്യമില്ല. പക്ഷെ ഇവിടുത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുട്ടിക്ക് അത് ആവശ്യമാണ്. ഐസൊലേറ്റഡ് സിംഗിൾ യൂണിറ്റ് ഫാമിലിക്ക് അത് ആവശ്യമാണ്. ഇതാണ് സത്യം. പറമ്പുണ്ടാവുക, തൊടി, കുളം ഉണ്ടാവുക, ചെറിയ അരുവി ഉണ്ടാവുക, പക്ഷികൾ, താറാവോ കോഴിയോ വളർത്ത് പക്ഷികളും ഉണ്ടാവുക, ആടും പശുവും പട്ടിയും പൂച്ചയും ഉണ്ടാവുക, മാവുണ്ടാവുക, മാങ്ങ ഉണ്ടാവുക, ചക്ക ഉണ്ടാവുക. ഇതൊക്കെയുള്ള ഒരു സ്ഥലത്ത് കുട്ടിക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ബേബി റൂട്ട്സിൽ അത്രയേ ഉള്ളൂ. വേറെ ഒന്നും അവിടെ സിലബസ് ഒന്നുമില്ല. അവിടെ നിങ്ങളവിടെ വന്ന് നോക്കിയാൽ അറിയാം. ആ കോമ്പൗണ്ടിനകത്ത് ഞാൻ 50 വെറൈറ്റി ഫ്രൂട്ട് ട്രീസ് വെച്ചിട്ടുണ്ട്. അവിടെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് സൈക്കിൾ ഓടിക്കുക. അപ്പോൾ ആ സൈക്കിൾ ട്രാക്കിൽ കൂടി സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇന്ന് കേരളത്തിൽ? റോഡ് ട്രാഫിക്. 4000 ആളാണ് ഒരു കൊല്ലം മരിക്കുന്നത്. ഒരു ദിവസം 12 പേര് വീതം മരിക്കുക. പലസ്തീനിൽ മരിക്കുന്നില്ലല്ലോ. പലസ്തീനിൽ ഒരു കുറച്ച് കൊല്ലം കൂടുമ്പോൾ ഉണ്ടാകുന്ന യുദ്ധത്തിലല്ല ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. ഇസ്രയേൽ പലസ്തീൻ. അപ്പോൾ എല്ലാ വർഷവും ഇസ്രയേൽ പലസ്തീനിൽ 4000 പേര് മരിക്കുന്നത്. ഈ കേരളത്തിൽ മരിക്കുന്നുണ്ടല്ലോ. നമ്മൾ അതിനൊരു കമ്മീഷൻ നിയോഗിച്ചു, ചന്ദ്രശേഖർ കമ്മീഷൻ. വലിയ റിപ്പോർട്ടുണ്ട്. ആരെങ്കിലും നടപ്പാക്കിയോ? ഞാൻ പറയുന്നത് അതിലേക്കല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത് കുട്ടികളിൽ ട്രാഫിക് അവബോധം ഉണ്ടാക്കാൻ ആ സ്ഥാപനത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഏത് പ്രീ സ്കൂളിലാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ പ്രീ സ്കൂളിൽ എന്താ ചെയ്യേണ്ടത്? പ്രീ സ്കൂളിൽ ഒരിക്കലും നിങ്ങളൊന്നും പഠിപ്പിക്കരുത്. പകരം കുട്ടികൾക്ക് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അവർ ഫേസ് ചെയ്യാൻ നാളെ ഇടവരുന്ന കാര്യങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. എൻ്റെ ഈ ഒരുപാട് കാലത്തെ ഒരു ശ്രമത്തിന് ശേഷം എനിക്ക് തോന്നിയത് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഒരു വാചകം എന്ന പറഞ്ഞാൽ അതാണ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഒരു എൻവയോൺമെൻറ്റേ ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കണം. ആ അന്തരീക്ഷത്തിൽ എന്തുണ്ടാവണം? കുട്ടി പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യണം. ലക്ഷ്യത്തോടു കൂടിയ പ്രവൃത്തികളിൽ ഏർപ്പെടണം. ആക്ടിവിറ്റികൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കുട്ടിക്ക് ഉണ്ടാവണം. പ്രവൃത്തികളിലൂടെ അനുഭവം ഉണ്ടാവണം. അപ്പോൾ ആ അനുഭവത്തിന് ഉതകുന്ന സാഹചര്യം, ആ അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു കൊടുക്കണം. ഇതാണ് വേണ്ടത്. അല്ലാണ്ട് ഒരു മുറിക്കകത്തിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അക്ഷരം പഠിപ്പിച്ച അക്ഷരം പഠിക്കും.
ആ അക്ഷരമല്ലേ 1-ാം ക്ലാസ് മുതൽ പഠിക്കേണ്ടത്, അതെന്തിനാ ഇവിടെ പഠിപ്പിക്കുന്നത്? പക്ഷെ ഇപ്പം എൻ്റെ ഗതി എന്താ, അല്ലെങ്കിൽ ഗതികേടെന്താ? ഈ പേരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാനിപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾ പഠിപ്പിച്ചു. ഇപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 2 മാസമേ ആയുള്ളൂ. അക്ഷരം കുട്ടികളാണെങ്കിൽ അത് പറയാൻ പറ്റാത്തൊരു അനുഭവം വേറെ. അവിടെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു കുട്ടി ഭയങ്കര ആവേശമായി. കാരണം കുട്ടികളെ വിചാരം ഇത് കളിയാന്നാ. അതായത് ഇത്രയും കാലം ഇപ്പോൾ 2 കൊല്ലമായ കുട്ടിയുണ്ട്, അല്ല 1.5 കൊല്ലമായ കുട്ടിയുണ്ട്. 1.5 കൊല്ലമായിട്ട് കളിയായിരുന്നു. അപ്പോൾ ഈ അക്ഷരം പഠിപ്പിക്കൽ കുട്ടികളെ വിചാരം എന്താ വെച്ചാൽ ഇത് കളിയാന്നാണ്. അപ്പോൾ ഭയങ്കര ആവേശത്തോടു കൂടിയാണ് അക്ഷരം പഠിക്കുന്നത്. എല്ലാം പഠിക്കുന്നത് ഇപ്പോൾ ഭയങ്കര ആവേശം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ടി വരും. അതെ, അത് കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ട ഒരു ഗതികേട് കൊണ്ട് ചെയ്യാണ് ഞാൻ. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പം അവിടെ ചെയ്യുമ്പോൾ എന്താ, ഭയങ്കര ഇഷ്ടത്തോടെയാണ് പഠിക്കുന്നത്. പേരൻസ് ആണെങ്കിൽ ഇപ്പം ഭയങ്കര അപ്രീസിയേഷനാണ്. കുട്ടി ആ വാക്ക് പറഞ്ഞു, ഈ വാക്ക് പറഞ്ഞു, ആ വാചകം പറഞ്ഞു, ഈ വാചകം പറഞ്ഞു. ഈ വാചകം ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന്. പ്രശ്നത്തെ നേരിടുമ്പോൾ കുട്ടിക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവില്ല. നിങ്ങളുടെ ആ സ്ഥലത്ത് എപ്പോഴും ദിവസം പോകാറുണ്ടോ? കുട്ടികളാ? ഞാനാ? അങ്ങനെയില്ല. ഞാൻ എന്താ വെച്ചാൽ സാധാരണഗതിയിൽ പറ്റും. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് 1 മിനിറ്റ് അവിടെ പോയി. കാരണം അവിടുത്തെ അഡ്മിൻ മാം ഇന്ന് ഇല്ല, ലീവാണ്. അപ്പോൾ ഞാൻ രാവിലെ അവിടെ പോയി. അപ്പോൾ സംസാരിച്ചിട്ട് വന്നു ഞാൻ ഒരു 5 മിനിറ്റ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പോകാറുണ്ട് ഞാൻ മിക്കവാറും. പറഞ്ഞത് ഭയങ്കര സന്തോഷമാണ് മനോജ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കൊരു പേരക്കുട്ടിയുണ്ട്, മോളുടെ മോള്. അവൾ അവിടെയാണ് ഇപ്പോൾ 2 കൊല്ലമായിട്ട്. ആ സ്ഥാപനം തുടങ്ങുന്ന ആദ്യത്തെ ദിവസം അവൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവൾ അവിടെ ഉണ്ട്. ഇപ്പോഴും അവൾ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ അവൾ വിളിക്കുന്ന പോലെ അപ്പാപ്പാന്നാണ് അവൾ വിളിക്കുക. എല്ലാ കുട്ടികളും എന്നെ അപ്പാപ്പാന്നാണ് വിളിക്കുക. ഒരു മാനസികമായി അതെ, അവർ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അത് പറഞ്ഞാൽ അതിനൊരു വിസ്തീർണം. അതിന്റെ അടുത്ത പടി എന്നുള്ള ഘട്ടത്തിൽ സത്യത്തിൽ ഞാൻ കുറേ ശ്രമിച്ചതാണ്. ഒരു സ്കൂള് കണ്ണൂരിൽ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്, CBSE സിലബസ് ഉള്ള ഒരു സ്കൂൾ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്കൂൾ ഏറ്റെടുത്ത് നടത്താൻ പറ്റുകയാണെങ്കിൽ, CBSEയെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നറിയില്ല. ഞാനും സത്യത്തിൽ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയിരുന്നില്ല. സത്യത്തിൽ CBSEക്ക് കേരള സിലബസ് പോലെ പ്രിസ്ക്രൈബ്ഡ് ടെസ്റ്റ് ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ? ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും ഈ CBSE കാര്യം അന്വേഷിച്ചില്ല. ഓരോ സ്കൂളിനും അവർക്ക് ഇഷ്ടമുള്ള ടെസ്റ്റ് സ്വീകരിക്കാം. അപ്പോൾ ടെസ്റ്റ് ബുക്ക് ലോബി ഉണ്ട്. അവർ ഓരോ സ്കൂളിലും അവരുടെ ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യും. CBSEയുടെ പരീക്ഷയാണ് കാര്യം. പരീക്ഷയ്ക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുക. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത്. അതായത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ ഭാഗമായിട്ട് ഈ CBSE എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യിപ്പിക്കത്തക്കവണ്ണം നമുക്കൊരുപാട് കോമ്പണൻ്റ് അതിൽ ചേർക്കാം, ഈ ടെക്സ്റ്റ് ബുക്കിന് പുറത്ത്. അങ്ങനെ ചേർത്തുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, ചെറിയ ഉദാഹരണം. കുട്ടി രാവിലെ, എൻ്റെ കൺസെപ്റ്റ് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കൂളിൽ വന്നിട്ട് കഴിക്കണം. അപ്പോൾ ഒരു വാഹനത്തിൽ വന്നു, സ്കൂളിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് പുറവൊക്കെ ആയിട്ട് എക്സർസൈസൊക്കെ ചെയ്ത് അവിടുന്ന് കുട്ടിക്ക് ഫ്രഷ് ആവാൻ കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യം കൊടുത്ത് രാവിലെ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം അതായത് 2ആയിട്ട് തിരിക്കണം. ഒന്ന് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. ഇൻഡോറിൽ ക്ലാസ് മുറിക്കകത്ത് കുറച്ച് മണിക്കൂർ ചിലവഴിച്ചു. പിന്നെ കുട്ടികൾ പുറത്തേക്ക് പോകണം. പുറത്തെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെയേ ഉള്ളൂ, കോമ്പൗണ്ട്, ഗേറ്റിനകത്തുള്ളത്. സ്ഥലത്തിൻ്റെ സൗകര്യം അനുസരിച്ച് കൂടിയും കുറഞ്ഞിരിക്കും. ഞാൻ പറയുന്നത് ഔട്ട്ഡോർ അതേയല്ല. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. പഴയ DPEP എന്ന് പറയുന്ന അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് ഔട്ട്ഡോർ ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് കടപ്പുറമായിരിക്കാം, പുഴയായിരിക്കാം, ഏതെങ്കിലും. അത് കറക്റ്റായിട്ടൊരു കരിക്കുലം ബേസിസിൽ ഔട്ട്ഡോറും ഇൻഡോറും ഫിക്സ് ചെയ്ത് നിങ്ങൾ 10 വർഷം പഠിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും ഒരു 15 വയസ്സുകാരൻ ആരായിരിക്കണം? എവിടെ ഈ ഭൂമിയിൽ കൊണ്ടിട്ടാലും, കേരളത്തിലല്ല, ഭൂമിയിൽ എവിടെ കൊണ്ടിട്ടാലും അവിടെ അവൻ ജീവിക്കണം. ഇന്ന് കേരളത്തിൽ 4 ലക്ഷം കുട്ടികൾ SSLC പരീക്ഷ എഴുതി. അതിൽ ആഫ്രിക്കയിൽ കൊണ്ട് വിട്ടാൽ ഈ 15 വയസ്സുകാരനോ 15 വയസ്സുകാരിയോ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? ജീവിക്കണം. 15 വയസ്സ് വരെ ജീവിക്കാനുള്ള ജീവിതം പഠിക്കണം. അതാണ് എഡ്യൂക്കേഷൻ. ഇത്തരം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ ചിന്തയിലേക്കൊക്കെ വരണമല്ലോ. ഇതൊക്കെ എവിടുന്നാണ് നമ്മൾ ഇങ്ങനെ ശേഖരിക്കുന്നത്? വായനയാണോ, എങ്ങനെയാണ്? അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്ന്, ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ടാണ് തുടങ്ങിയത്. ജീവിതം മുഴുവനും വിദ്യാഭ്യാസം, വിദ്യാർത്ഥി സംഘടന, അതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നെ സംബന്ധിച്ചതാണ്. ഞാൻ സെനറ്റ് മെമ്പറായിരുന്നു, സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, എന്ന് വേണ്ട കോളേജ് യൂണിയൻ
ഭാരവാഹിയായിരുന്നു. അങ്ങനെ എപ്പോഴും വിദ്യാഭ്യാസം. ഇതാണ് എൻ്റെ ഒരു ടീച്ചറായി. പിന്നെ അത് കഴിയുമ്പോഴേക്കും കുട്ടികളുടെ പഠനമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു നല്ല വിദ്യാർത്ഥി അല്ല എന്നുള്ള ഫീലാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഒരിക്കലും ഒരു നല്ല വിദ്യാർത്ഥിയല്ല. ഞാൻ SSLCക്ക് ഞാൻ MLA ആയിരിക്കുമ്പോൾ ഈ അവാർഡ് കൊടുക്കാൻ വിളിക്കുമല്ലോ SSLCക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ ഭയങ്കരമായിട്ട് ഒരുപക്ഷെ ഇദ്ദേഹമൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഞാൻ സ്വയം പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു സ്ഥാനത്ത് വന്ന് ഇങ്ങനെ ചെയ്യാനുള്ള ഒരാളായിട്ട് ഞാൻ പലപ്പോഴും കരുതാറില്ല. കാരണം ഞാൻ SSLCക്ക് 200 മാർക്ക് 210 മാർക്കായിരുന്നു അന്ന് മിനിമം പാസ് മാർക്ക്. 210 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ കാലത്ത് എങ്ങനെയാണ്. എനിക്ക് 237 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ നന്നായി പഠിക്കാൻ വേണ്ടി ചെയ്തത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കില്ല. 10ാം തരത്തിനിടയിൽ 4 ജില്ലയിൽ അവരെന്നെ പഠിപ്പിച്ചു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാപനം തേടിയാണ് പോയത്. 10ാം തരത്തിനിടയിലാണെന്ന് ആലോചിക്കണം. അതിൽ 3 കൊല്ലം ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ് നിന്നത്. 1 വർഷം കോഴിക്കോട് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത്. 2 വർഷം ഞാൻ തൃശ്ശൂർ സെയിൻറ്റ് അലോഷ്യസ് സ്കൂളിലാണ് പഠിച്ചത്. ഇങ്ങനെയൊക്കെ അയക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഏറ്റവും നല്ല അക്കാദമിക് കരിയർ ഉണ്ടാവണം. പക്ഷെ ഞാൻ ചെയ്ത പണികൾ അതൊന്നും ആയിരുന്നില്ല. ഞാൻ പഠിക്കുകയേ ചെയ്തില്ല. അവസാനം SSLC പരീക്ഷയ്ക്ക് 237 മാർക്കുമായിട്ടാണ് ഞാൻ ജയിച്ചത്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു മോശം ആളായിട്ട്, അങ്ങനെ മോശം വ്യക്തിയല്ല ഞാൻ പറയുന്നത്, മോശം സ്റ്റുഡൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അക്കാദമിക് കരിയറിൽ എൻ്റെ സ്കോർ വെച്ച് നോക്കിയാൽ ഞാൻ ഏറ്റവും മോശമാണ്. പക്ഷെ ഞാൻ അന്നും ഇന്നും വിചാരിക്കുന്നതായിരുന്നു ഞാൻ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷെ എൻ്റെ മിടുക്ക് എവിടെയാണെന്നുള്ളത് എനിക്കേ അറിയത്തുള്ളൂ. എൻ്റെ മിടുക്ക് അളക്കാൻ ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഇതാണ് എനിക്കുണ്ടായത്. ഇനി ഞാൻ കല്യാണം കഴിച്ചപ്പോൾ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് സ്കോർ ബോർഡിൽ ഏറ്റവും ടോപ്പ് വാങ്ങാൻ കഴിയുന്ന ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്കുണ്ടാകാവുന്ന ഒരു കോംപ്ലക്സിറ്റി ആലോചിച്ച് നോക്ക്. അവർ നന്നായി പഠിക്കും, വൈഫ് അവർക്ക് നല്ല റാങ്ക് ഹോൾഡറാണ്, അവർക്ക് നല്ല ജോലിയുണ്ട്. പക്ഷെ ജീവിതത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാൻ അവരെക്കാൾ ഒട്ടും പറയില്ലല്ല. നിങ്ങളുടെ പാഷൻ എന്തുകൊണ്ടാണ് സ്കോർ ബോർഡിൽ വരാത്തത്? അപ്പോൾ ഒരാളുടെ പാഷൻ അനുസരിച്ച് സ്കോർ ബോർഡില്ല ഇവിടെ. എല്ലാവർക്കും വ്യത്യസ്ത ബുദ്ധിയല്ലേ, കഴിവല്ലേ. നിങ്ങൾ ഒരേ പാഠപുസ്തകം വായിച്ച് എല്ലാവരും ഒരേ പരീക്ഷ എഴുതിയാൽ എങ്ങനെയാണ് ഒരേ മാർക്ക് വരിക? നിങ്ങൾക്ക് വേണ്ട പരീക്ഷ വേറെയാണ്, എനിക്ക് വേണ്ട പരീക്ഷ വേറെയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ട പഠനം വേറെയാണ്, എനിക്ക് വേണ്ട പഠനം വേറെയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം വളരെ വ്യത്യസ്തമാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് എൻ്റെ ചിന്തയും പഠനവും ഇറങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് അവിശ്വസനീയമായ ഒരു കാര്യം ഞാൻ എൻ്റെ 55 വയസ്സിന് ശേഷം മനസ്സിലാക്കിയത്. മനുഷ്യരുടെ ബുദ്ധി 6 വയസ്സ് വരെയേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 6 വയസ്സ് വരെയുള്ളൂ. അതിനുശേഷം 100 വയസ്സ് വരെ ജീവിച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഫീച്ചേഴ്സ്, അതിലൊന്ന് മെമ്മറി പവർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഫീച്ചർ നിങ്ങൾക്ക് 100 വയസ്സ് വരെ ജീവിച്ചാൽ 100 വയസ്സ് വരെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കാം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാം. അറിവ് നിങ്ങൾക്ക് നേടാം, ബുദ്ധി വർദ്ധിക്കില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ? അല്ലെങ്കിൽ അത് എന്താ ബുദ്ധി അറിവും തമ്മിലുള്ള വ്യത്യാസം? എത്ര പേർക്ക് നമ്മുടെ അക്കാദമിക് കരിയറിലുള്ള എത്ര പേർക്ക് ബുദ്ധി എന്താണ്, അറിവെന്താണ്, അത് തമ്മിലുള്ള വേർതിരിവ് എന്താ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നല്ല അറിവുള്ള ഒരാളെ നോക്കിയിട്ട് നമ്മളെല്ലാം ചിന്തിക്കുന്ന നല്ല ബുദ്ധിയുള്ള ആളാണ്. ഒരിക്കലുമല്ല. ബുദ്ധി എന്ന് പറയുന്നത്, കൊഗ്നിസൻസ്, ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിൽ മുമ്പിൽ വരുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ, ഒരു ടാസ്ക് ഓവർകം ചെയ്യാൻ, ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനത്തെ ബേസ് ചെയ്തിട്ട് വേണം ബുദ്ധി അളക്കാൻ. അതൊരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ ഉണ്ടാകുന്ന കാര്യത്തെ അതിജീവിക്കാൻ മാത്രമല്ല, ലൈഫ് ലോങ് നിങ്ങളുടെ ലൈഫ് ഫിക്സ് ചെയ്യണം നിങ്ങൾ. അതിനും ബുദ്ധി തന്നെയാണ് വേണ്ടത്. അപ്പം അതാണ് ബുദ്ധി. അറിവ് അതേയല്ല. അറിവ് എന്ന് പറയുന്നത് ധാരാളമായിട്ട് നമുക്ക് ചുറ്റുമുള്ള പരിസരത്ത് നിന്ന് ആർജിക്കാൻ പറ്റും, വായനയിലൂടെ നേടാൻ പറ്റും, കേൾവിയിലൂടെ ഒരാളുടെ പ്രഭാഷണത്തിലൂടെ നേടാൻ പറ്റും, അല്ലെങ്കിൽ അറിവുള്ള ആളുകളുമായിട്ടുള്ള സംഭാഷണം, അങ്ങനെ അറിവ് നേടാൻ പറ്റും. പക്ഷെ ബുദ്ധി ഉണ്ടാവില്ല. അപ്പോൾ ബുദ്ധിയും അറിവും വേറെയാണ്. ഈ ബുദ്ധി 6 വയസ്സ് വരെ ഉള്ളൂ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അറിവായിരുന്നു എനിക്ക്. സത്യത്തിൽ ആ അറിവിൽ നിന്നാണ് 1.5 വയസ്സുള്ള കുട്ടികളെയാണ് ഞാൻ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. 1.5 വയസ്സ് ഭയങ്കര പ്രയാസമുണ്ട്.
കുട്ടികളെ നോക്കാം. നിങ്ങൾക്കും അനുഭവം ഉണ്ടാവുമല്ലോ, 1.5 വയസ്സുള്ള കുട്ടിയെ നോക്കാം. പക്ഷേ അത്രയും സ്റ്റാഫിനെ വെച്ചിട്ട് ഒട്ടും ലാഭകരമല്ല. ഓരോ മാസവും 70-80,000 രൂപ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ്. പക്ഷെ അപ്പോഴും എത്ര കാലം എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കുറേ മീഡിയയിലൊക്കെ വന്നു ജെയിംസ് മാത്യു ബിസിനസ് തുടങ്ങിയത്. സത്യത്തിൽ എൻ്റെ അവസ്ഥ ഞാൻ പറയുന്നില്ല, അത്രയും പരിതാപകരമാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം ഒരു പൈസയൊക്കെ കടം ചോദിച്ച ആളുകൾ ഇപ്പോൾ തരും, വിഷമമില്ലാണ്ട്. കാരണം മൂപ്പര് നല്ലൊരു ബിസിനസ്സുകാരനാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ചുള്ള എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്നാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുറച്ച് തൽപരനായത്. 2, അങ്ങനെ താല്പര്യത്തോടു കൂടി പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ബുദ്ധിയും അറിവും തമ്മിലുള്ള വേർതിരിവിനെക്കുറിച്ചും ബുദ്ധി ഇങ്ങനെയാണെന്നും അത് ഇത്ര കാലമേ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് 5 ലക്ഷം കുട്ടികളുണ്ട് ഇവിടെ ഈ ഏജ് ഗ്രൂപ്പിൽ. അതായത് 6 വയസ്സിന് താഴെയുള്ള 5 ലക്ഷം കുട്ടികൾ, 25 ലക്ഷം. അതായത് ഒരു വർഷം 1-ാം ക്ലാസ്സിൽ ചേരുന്നത് 4 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ കുട്ടികളാണ്. ഒരു വർഷം SSLC പരീക്ഷ എഴുതി പുറത്തു വരുന്നത് 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനും ഇടയിലാണ്. അതിനർത്ഥം പ്രതിവർഷം എൻറോൾ ചെയ്യപ്പെടുന്നത് 4 ലക്ഷം 5 ലക്ഷം കുട്ടികളാണ്. അപ്പോൾ 1 വയസ്സുകാർ 5 ലക്ഷം, 2 വയസ്സ് 5, 3 വയസ്സ് 5, 4 വയസ്സ് 5, 5 വയസ്സ് 5, 5-നും 6-നും ഇട 25 ലക്ഷം. ഈ 25 ലക്ഷം കുട്ടികൾ ഇന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഏറ്റവും തെറ്റായ രീതിയിലാണ്. അവരുടെ ബുദ്ധിയെ വികലമാക്കുന്നു, അവരുടെ സാമൂഹ്യ ബോധത്തെ തകർക്കുന്നു, ഒരൊറ്റ കാര്യത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നു, അവരുടെ മെമ്മറി പവർ അതിൻ്റെ പാരമ്യത്തോളം കൂട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ മക്കൾ നമുക്ക് ഒരു 10 വയസ്സിൽ അറിയാമായിരുന്ന കാര്യം നമ്മുടെ 2.5 വയസ്സുള്ള കുട്ടിക്ക് ഇപ്പം അറിയാം. അറിവ് എന്ന് പറയുന്നത് എന്താ? മെമ്മറി. അപ്പോൾ നമ്മൾ പറയുകയാണ് കുട്ടികൾ പഴയ പോലെയല്ല, ഭയങ്കര ബുദ്ധിയാണ്. ഒരു ബുദ്ധിയില്ല, വെറുതെ പറയുന്നത്. കുട്ടികൾക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്ന് അവർ ജീവിക്കുമ്പോഴാണ് തെളിയുക. അതുകൊണ്ട് ഇപ്പോൾ 2.5 വയസ്സുള്ള കുട്ടി പണ്ട് 10 വയസ്സുള്ള കുട്ടിക്ക് അറിയുകയും പറയുകയും ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം 3.5, 4, 5.5 വയസ്സിൽ പറയുന്നതോടുകൂടി 15 വയസ്സുകാരൻ്റെ ബുദ്ധി ഈ 5.5 വയസ്സുകാരൻ ഉണ്ടായി എന്ന് പറയരുത്. 15 വയസ്സുകാരന് അക്കാലത്ത് നേടാൻ കഴിയുമായിരുന്ന അറിവ് 5.5 വയസ്സിൽ തന്നെ കുട്ടിക്ക് ആർജിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ 100% കറക്റ്റാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ PG അഡ്മിഷൻ കിട്ടിയ ഒരു മോള് പ്രേമിച്ച പയ്യന് വീട്ടുകാർ സ്ത്രീധനം ചോദിച്ചപ്പോൾ സൂയിസൈഡ് ചെയ്തു. ഞാൻ ചോദിക്കുന്ന കുട്ടിക്ക് ബുദ്ധിയില്ല എന്ന് പറയാം, നമുക്കെന്താ തോന്നുക? ഭയങ്കര ബുദ്ധിയുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും പഠിക്കാൻ പറ്റിയത്. അത് ശരിയാ, അറിവില്ല, കുറവില്ല. പക്ഷെ എന്തിനാ സൂയിസൈഡ് ചെയ്തത്? പ്രേമിച്ചവൻ സ്ത്രീധനം ചോദിച്ചാൽ ഞാനെന്തിനാ സൂയിസൈഡ് ചെയ്യുന്നത്? അവനെ വേണമെങ്കിൽ, ഞാൻ പറയുന്നത് തെറ്റ, അവനെ വേണമെങ്കിൽ തല്ലിക്കൊല്ലാം. ഇത്രയും സാമൂഹിക ഒരുത്തന്, ഞാൻ ഇത്രയും പ്രേമിച്ച ഒരുത്തൻ എന്നോട് സ്ത്രീധനം ചോദിച്ചു എന്നുള്ളത് അവനെ വേണമെങ്കിൽ കൊല്ലാം. ബുദ്ധിയാണ്, അതാ ബുദ്ധി. അതിന് പകരം ഈ കൊച്ചെന്തിനാ ആത്മഹത്യ ചെയ്ത്? അതാണ് ബുദ്ധി. അപ്പൊ ബുദ്ധി ഇല്ലാത്തത് എന്തുകൊണ്ടാ? ബുദ്ധി ഇല്ലാത്തത് ഓർമ്മശക്തിയെ മാത്രം നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ്. ഓർമ്മശക്തി ഉണ്ട് കുട്ടിക്ക്. മെഡിക്കൽ PGക്ക് അഡ്മിഷൻ മെറിറ്റിൽ തന്നെ കിട്ടിയല്ലോ. ആ കുട്ടിയാണ് സൂയിസൈഡ് ചെയ്തത്. സങ്കടം തോന്നില്ല നമുക്ക്? എന്തിനാ SSLC +2 റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് സൂയിസൈഡ് ചെയ്യാണ്, പിറ്റേന്ന് റിസൾട്ട് വരുന്നു ഹൈ മാർക്ക് സ്കോർ ചെയ്യുന്നു. എത്ര അനുഭവം കേരളത്തിൽ. എന്തുകൊണ്ട്? ഒറ്റ കാരണമേ ഉള്ളൂ, കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ മെമ്മറി പവർ കൂട്ടാനുള്ള മാർഗങ്ങൾ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. അതിൻ്റെ പ്രഷറിൻ്റെ മുമ്പിൽ താങ്ങാൻ പറ്റുന്നില്ല. ഇതൊന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താ? കുട്ടികളുടെ ജീവിത വിജയമായിട്ട് അവർ കാണുന്നത് എന്താ? മറ്റുള്ളവരുടെ പരാജയമാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടണമെങ്കിൽ എന്താ? ബാക്കി എല്ലാവരും സെക്കൻഡ് ആവണ്ടേ? തുടക്കം മുതൽ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എല്ലാവരെയും സെക്കൻഡ് ആക്കണം. അപ്പോൾ വിജയിക്കണമെങ്കിൽ ബാക്കിയുള്ളവർ പരാജയപ്പെടണം. അതാണോ ശരിയായ തത്വശാസ്ത്രം? നിങ്ങൾ വിജയിക്കാൻ എന്തിനാ വേറൊരാൾ പരാജയപ്പെടേണ്ട ആവശ്യം? ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം കഴിയേ, നിങ്ങൾക്ക് വേറെ ആരെയെങ്കിലും തോൽപ്പിച്ച് വിജയിക്കാൻ ഇതുവരെ മനോജിന് സാധിച്ചിട്ടുണ്ടോ? പറ്റൂല മനോജ്. ആർക്കും ഈ ഭൂമി പറ്റൂല. വേറൊരാളെ അത് യുദ്ധം ചെയ്യുന്നവർക്ക് വേണം പറ്റും. അല്ലാതെ സാമാന്യ ജീവിതത്തിൽ നമ്മൾ ആരെയും തോൽപ്പിച്ചിട്ടല്ല ജയിക്കുന്നത്. നമ്മൾ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കുക. പക്ഷേ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഞാൻ ഒന്നാമനാവണമെങ്കിൽ കുറേ ആൾ രണ്ടാമനാവണം. അങ്ങനെ ഒന്നാമനാവുമ്പോൾ എനിക്ക് ജോലി കിട്ടുകയാണ്. ഇതാണ് വിജയത്തിൻ്റെ അടിത്തറയായിട്ട് വരുന്നത്. തെറ്റായ രീതിയാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു ഇതാവാൻ ശ്രമിക്കുന്നതല്ല. സത്യത്തിൽ എൻ്റെ ഒരു ഇമോഷൻ കൊണ്ട് പറഞ്ഞു പോയതാണ്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ചിലപ്പം കേൾവിക്കാർക്ക് തോന്നുക ഇയാൾ വലിയ പാണ്ഡിത്യമുള്ള ആളും വലിയ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം തെറ്റായ ഒരു മെസ്സേജ് ഇത് കേൾക്കുമ്പോൾ എയർ ചെയ്യുമ്പോൾ പോരുതെന്നുള്ളതുകൊണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇമോഷൻ കൊണ്ട് ഞാൻ അല്പം എന്താ പറയേണ്ടത് ഇങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. ഈ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സമൂഹത്തെ, മാനവരാശിയെ യുദ്ധത്തിലേക്ക് മാത്രമേ നിരന്തരം നയിക്കൂ. അത്യാഗ്രഹത്തിലേക്ക് മാത്രമേ നിരന്തരം നയിക്കൂ. നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടാവാനും ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയാനും അവനവനുള്ള കഴിവിൽ
അതിന് പരമാവധി പ്രോത്സാഹനം നേടി അതിൽ വിജയിക്കലാണ് ജീവിത വിജയമെന്ന് തിരിച്ചറിയാനും കഴിയുന്ന ഒരു വിദ്യാഭ്യാസത്തിന് മാത്രമേ ഒരു നല്ല സമൂഹത്തെ എന്തായാലും ജെയിംസ് മാത്യു മുൻ MLA CPM ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹവുമായുള്ള ഈ സംസാരം നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഇനിയും ആഗ്രഹങ്ങളേറെയുണ്ട്. അദ്ദേഹം ആ രീതിയിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നതും പറയുന്നതും ഒക്കെ. പക്ഷേ പരിമിതി മൂലം നമ്മൾ ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബേബി റൂട്ട്സ് എന്ന അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ CPM ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധി, ആ പ്രതിസന്ധിക്കുള്ള കാരണം എന്ത്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്കുള്ള കാരണം വളരെ വിശദമായി തന്നെ, ഒരുപക്ഷെ മറ്റ് നേതാക്കൾ പറയുന്നതിനേക്കാൾ വളരെ വിശദമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയും സമയം നമ്മളോട് ഈ ക്വസ്റ്റ്യൻ അവറിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ ജെയിംസ് മാത്യുവിന് എല്ലാവിധ ഭാവങ്ങളും, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന ആശംസ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാം. അദ്ദേഹം വലിയ ഒരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ആ രീതി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ആ ശ്രമത്തിന് സമൂഹത്തിൻ്റെ ഒരു പിന്തുണ കൂടി ഉണ്ടാകട്ടെ എന്നുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും ജെയിംസ് മാത്യുവിന് നൽകുന്നു. മറ്റൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.